ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് വിൻചേട്ടൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ്, 60ാം പിറന്നാളാണ് കേട്ടോ. അപ്പോൾ അത് നല്ല രീതിക്ക് നമ്മൾ ആഘോഷിക്കുന്നുണ്ട്. അപ്പം അങ്ങോട്ടൊന്ന് പോവേ. അപ്പോൾ രാവിലെ എണീറ്റിട്ടുണ്ട്, ഞാൻ എണീറ്റിട്ടുണ്ട്. ആദർശ് ഇവരെല്ലാവരും എണീക്കണം, വിൻചേട്ടൻ എണീക്കാണ്ട്. അതെല്ലാവരും എണീച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ അങ്ങോട്ട് പോവാട്ടെ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ എടുത്ത് വെച്ചു എന്നുള്ളൂ. ഇപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ എടുക്കണില്ല, എനിക്കിനി അടിച്ചോരി തുടച്ച് ഒക്കെ പോവുള്ളൂ, പുറപ്പെട്ടിട്ട് ഇറങ്ങുള്ളൂ ഇവിടുന്ന്. അപ്പോഴേ ഇനി വീഡിയോ എടുക്കുള്ളൂ. അപ്പോൾ ഞാൻ ഇൻട്രോയാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോ തന്നെയാണ് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ വിൻചേട്ടൻ്റെ വീട്ടിലാവും. കുറേ പേരെ കണ്ടിട്ടുണ്ടാവും, പക്ഷെ പുതിയവരൊന്നും ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. അപ്പം എല്ലാവർക്കും ഫുൾ ഫാമിലി മൊത്തമായിട്ട് ഇന്ന് കാണാൻ പറ്റിയൊരു അവസരമാണ്. എല്ലാവരും കൂടണ കാരണം ചെറിയ ഫാമിലി എല്ലാം മൊത്തത്തിൽ എല്ലാവരെയും കാണാൻ പറ്റുന്നുണ്ടാവും കേട്ടോ. അപ്പം നമ്മളിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. അപ്പം അതാണ് ഇന്നത്തെ വീഡിയോ. ഇന്ന് ഫുൾ ഡേ എടുക്കാൻ ഞാൻ ശ്രമിക്കുന്നല്ല, എടുക്കാം എന്തായാലും. പിന്നെ അതേ ആര്യയും കിച്ചുട്ടനും പിന്നെ ആദർശും വന്നിട്ടുണ്ട്. അച്ഛനും അമ്മയ്ക്കും വരാൻ പറ്റില്ലോണ്ട് അവരില്ല കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അച്ഛന് റെസ്റ്റ് ഉള്ള കാരണം അച്ഛന് പറ്റില്ല. പിന്നെ അമ്മ എന്തായാലും വേണ്ട ഒരു അമ്മമ്മയ്ക്ക് അമ്മമ്മ ഉണ്ട് വീട്ടില്, പക്ഷെ അപ്പോൾ ഒരു ബാത്റൂമൊക്കെ ഒക്കെ പോകണമെങ്കിൽ അമ്മമ്മയ്ക്ക് പിടിച്ചുകൊണ്ടാവാൻ പറ്റില്ലല്ലോ. അപ്പം എന്തായാലും അച്ഛപ്പം നടന്നു തുടങ്ങി കേട്ടോ, പ്രശ്നമൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അമ്മയ്ക്ക് ഒരു ടെൻഷൻ അങ്ങനെ ഒറ്റയ്ക്കാക്കിയിട്ട് വരുമ്പോൾ. അപ്പം അമ്മയും അച്ഛനൊന്നുമില്ല, പകരം ആരും ആദർശും നമ്മുടെ കിച്ചൂട്ടനാണ് എല്ലാവരുടെയും ഇത് നികത്താൻ വന്നേക്കണ്. അപ്പം അതാണ് വീഡിയോ. ഞാൻ വിളിച്ചു നീട്ടണില്ല, വേഗം പുറപ്പെട്ടിട്ട് ഇറങ്ങുമ്പോൾ ഇനി ഞാൻ കാണിക്കാം കേട്ടോ. ഇനി ഫോണൊക്കെ ചാർജ് ചെയ്ത് വെച്ച് എല്ലാം സെറ്റാക്കിയിട്ട് അപ്പം ഇറങ്ങുമ്പോൾ കാണാം. അപ്പം എന്തായാലും നേരം വെളുത്തൊന്നും മഴയില്ല കേട്ടോ, ഏറ്റവും ആശ്വാസം അതൊന്നും തീരെ മഴയില്ല. ഞാൻ എനിക്ക് വരുമ്പോൾ തന്നെ ഒന്ന് മഴ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് വരണത്. അല്ലെങ്കിൽ ഇപ്പം 2 ദിവസമായിട്ട് എന്നും മഴ പെയ്തിട്ടാണ് നിൽക്കാറ്. അപ്പൊ ഇനി ചാർജ് ചെയ്യട്ടെ ടാറ്റ. കാര്യം പറയാൻ വിട്ടുട്ടാ, ഇന്ന് തന്നെ ചിലപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനൽ 300K 3 ലക്ഷം സബ് ആവാനുള്ള ചാൻസ് ഉണ്ട്. വളരെ കുറച്ച് സബും കൂടി കയറി കഴിഞ്ഞാൽ 3 ലക്ഷം ആവും. അപ്പൊ എൻ്റെ ഒരു നിഗമനത്തിൽ ഇന്ന് രാത്രിക്കുള്ളിൽ 3 ലക്ഷം എന്തായാലും ആവുന്നുണ്ട്. ചിലപ്പോൾ അവിടെ പരിപാടി നടക്കുമ്പോഴായിരിക്കും. അതും ഒരു സന്തോഷമുള്ള ദിവസമാണ്. അപ്പോൾ ഓർക്ക ശരിയല്ല. അപ്പൊ എന്തായാലും അതും കൂടി നമുക്ക് ഉണ്ടായിരിക്കും കേട്ടോ, ഒരു സന്തോഷ വാർത്ത. കുറച്ചേ ഉള്ളൂ, ചിലപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും ആവുണ്ടാവും കേട്ടോ. പിന്നെ ഇത് എല്ലാവരും ഏകദേശം എനിക്ക് വന്നിരിക്കണ ഇരുത്താണ് കേട്ടോ. എല്ലാവരും നേരത്തെ എണിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് നേരത്തെ പോകണം എന്നുള്ളൊരു പ്ലാനിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ കിച്ചുട്ടനെ ഇതേ ആര് വേഗം എണിപ്പിച്ച് കുളിപ്പിച്ച് സെറ്റാക്കിയിട്ട് ഇതേ എടുത്തിട്ടുണ്ട്. നമ്മുടെ തേജുവിൻ്റെയും കുളി കഴിഞ്ഞിട്ടുണ്ട്, ആദർശിൻ്റെയും എല്ലാവരും ഇതേ ഒരു ഇതൊക്കെ ഒരുങ്ങിയിട്ടായിട്ടിരിക്കണത്. പിന്നെ അതേ ആര്യ ഉണ്ണിക്ക് കഴിക്കാൻ പാല് എന്താ പറയുക പൊടി കൊടുക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിനുള്ള റെഡിയാക്കുകയാണ്. പിന്നെ ഞാൻ ഇവർക്ക് പുട്ടും നമ്മുടെ ഗ്രീൻ പീസ് കറി ആയിട്ട് ഉണ്ടാക്കിയേക്കണത് ചായക്ക്. അപ്പോൾ അതൊക്കെ കഴിക്കാണ്ട്, അപ്പോൾ അതൊക്കെ അതേ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ ആരുടെ കുളിയും കൂടിയും കഴിയാണ്ട് പിന്നെ നമ്മുടെ അരിച്ചോറിലും തുടക്കലൊക്കെ കഴിഞ്ഞത് ബെഡ്ഷീറ്റ് എല്ലോടും നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട്. എനിക്കും കൂടിയും കുളിക്കാണ്ട് പണികളൊക്കെ ഒതുക്കല് കഴിഞ്ഞോട്ട്, അരിച്ചോറിലും തുടക്കലും എല്ലാം കഴിഞ്ഞു. ഇനി കുളിക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. അപ്പം ഞാനുണ്ടല്ലോ ഇനി കുളിക്കാൻ പോവാണ്. കുളിച്ച് വന്നിട്ട് ഇനി ചായ കുടിക്കണം. വിൻചേട്ടനൊക്കെ കുളിക്കാൻ കയറിയിട്ടാ. ഇനി വേഗം കുളിച്ചിട്ട് വരട്ടെ. പിന്നെ അതേ നമ്മുടെ തേജും വിൻചേട്ടനും തേജുവിനെ ചേജു എന്നാ പറയാൻ വന്നിട്ടോ. അതാണ് എല്ലാവരും ഇതേ ചായ കുടിക്കാറുണ്ട് കേട്ടോ, ആര്യ എല്ലാവരും കൂടിയിട്ട്. അപ്പോൾ കിച്ചുട്ടൻ ചെറുതായി വാശി പിടിച്ചപ്പോൾ അതേ ഞാൻ എടുത്തിരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് പുട്ടും കറിയും പിന്നെ കാപ്പിയും ചായയും വെച്ചിട്ടുണ്ട് തോന്നുന്നു. ചെക്കനാണെങ്കിൽ ഇപ്പം ഇങ്ങനെ കിണി വർത്താനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ കിണിക്കുമ്പോൾ അവൻ്റെ ഭാഷയിൽ അവ ഓരോന്നും നമ്മുടെ അടുത്ത് ഇങ്ങനെ നോക്കലും ഇതൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് വേഗം പുറപ്പെട്ട് പോവും കൂടി വേണം. അപ്പോൾ ഇവർ ഇവിടെ ഇരുന്ന് ചായ കുടിക്കിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പുറപ്പെട്ടിട്ട് വേഗം പോയിട്ടാ. കാരണം കിച്ചുട്ടൻ്റെ ചെറുതായിട്ടൊരു കപക്കെട്ടിൻ്റെ ഒരു ലക്ഷണമുള്ള പോലെ ഉണ്ട്. പിന്നെ ഞാനിത് ഈ ഒരു ചുരിദാർ ഇട്ടിട്ടുള്ളത് ഒട്ടും പ്ലാൻഡ് അല്ല. ഇപ്പം ആര്യയുടെ ഉണ്ണിയുടെ 56ൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഡ്രസ്സ് ഒട്ടും പ്ലാൻ ചെയ്തില്ല. അതേ അവസ്ഥ തന്നെയായിരുന്നു കേട്ടോ. ഡ്രസ്സിന് നമ്മൾ അത്ര പ്ലാനിങ് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എന്തിനാ വെറുതെ കുറെ എടുത്ത് കൂട്ടി, നമ്മുടെ ഓൾറെഡി ഉണ്ടല്ലോ, അപ്പോൾ ഏതെങ്കിലും എടുത്ത് ഇടാന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. അച്ഛൻ്റെ പിറന്നാളാണ്, അപ്പോൾ ഞങ്ങൾ പിറന്നാൾ കൂട്ടുകാർ കേട്ടോ. തേജോ അച്ഛൻ്റെ പിറന്നാൾ കൂട്ടുകാരാണ്. ആദർശം ഏകദേശം പരിപാടി തുടങ്ങാറാവണ നേരത്തേക്ക് എത്താന്നാട്ടാ പറഞ്ഞത്. കാരണം തിക്കും തിരക്കും ആൾക്കാർക്ക് വരണതല്ല, പുണ്യം കൊണ്ട് കുറേ നേരത്തെ വന്നിരിക്കണ്ട വിചാരിച്ചിട്ട്. അപ്പോൾ ഞാനും വിൻചേട്ടനും ഇതേ വേഗം ഇറങ്ങിയിട്ടാ. ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഇവിടെ അടുത്താണ്, ഒരു 2-3 മിനിറ്റ് കൊണ്ട് എത്തും. ഞാൻ കുറേ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും കുറേ പേർക്ക് ഒന്നും വിൻചേട്ടൻ്റെ ഫാമിലി ഡീറ്റെയിൽസ് ഒന്നും കൂടുതൽ പേർക്കൊന്നും അറിയണില്ല. കാരണം നമ്മളിവിടെ നമ്മുടെ വീട്ടിൽ നമ്മൾ 3 പേരായ കാരണം തന്നെ ഡെയിലി വ്ളോഗിൽ ഞങ്ങളെ തന്നെ നിങ്ങൾ കാണുള്ളൂ. അപ്പം ഇങ്ങനെ വല്ല വിശേഷമുള്ള സമയങ്ങളിലാണ്
ഇപ്പം എൻ്റെ ഫാമിലി ആയാലും വിൻഷേട്ടൻ്റെ ഫാമിലി ആയാലും നമ്മളിങ്ങനെ ഒത്ത് കൂടി കാണിക്കാറ്. അപ്പോൾ ഇതേ ഇനിയിപ്പോൾ എല്ലാവരെയും ഇങ്ങോട്ട് കാണിച്ചു തരാട്ടെ ഞാൻ. നമ്മുടെ ഇവിടുന്ന് ഇതേ വണ്ടിമേ പോവുകയാണെങ്കിൽ 2-3 മിനിറ്റ് കൊണ്ട് എത്തും കേട്ടോ. അത്ര ദൂരം തന്നെയുള്ളൂ, കുറച്ച് തന്നെയുള്ളൂ, അടുത്ത് തന്നെയാണ് കേട്ടോ. എന്നാൽ ഞങ്ങൾ ഇതേ വീട്ടിൽ നിന്ന് ഇറങ്ങി മഴ പെയ്ത കാരണേ റോഡ് സൈഡിൽ ഇങ്ങനെ അപ്പുറപ്പുറമുള്ള മരങ്ങളും ഇതൊക്കെ നന്നായി തളർത്ത് വളരും, എന്താ പറയുക, അതിനെ നന്നായി ഇങ്ങനെ വളർന്നു വരില്ലേ, അതുകൊണ്ട് മൊത്തത്തിൽ പച്ചപ്പം നിറണ്ടാ നിൽക്കണം കേട്ടോ. പിന്നെ ഇതാണ് വിൻഷേട്ടൻ്റെ വീട് കേട്ടോ. ഇത് ഈ തോടല്ല കേട്ടോ, തോടിൻ്റെ അപ്പുറത്തെ. അപ്പോൾ ഈ പാടത്താണ് കേട്ടോ, പാടാണ് 2 സൈഡും. ഇവിടെ ഒരു 5-6 വീട് ഇങ്ങനെ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി ഫുള്ള് ചുറ്റും പാടും തോടുമാണ്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ആരും അങ്ങനെ എത്തി തുടങ്ങിയിട്ടില്ല. 11 മണി തൊട്ട് 10-11 മണി തൊട്ടിട്ടൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പരിപാടി, ഉച്ചവരെ 2 മണി വരെ. അതുകൊണ്ട് തന്നെ ആ സമയം ആവണല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഇതേ പിള്ളേർ സെറ്റുകളൊക്കെ ഇതേ പാട്ടൊക്കെ വെച്ചിട്ട് ഇതാക്കിയേക്കാണ്. പിന്നെ ഇതേ സ്റ്റേജും അതുപോലെ ചെറിയ രീതിക്ക് ഡെക്കറൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാട്ടോ വിൻഷേട്ടൻ്റെ അച്ഛൻ. ഇത് ചെയ്തിട്ടുള്ളത് ആരാന്ന് വെച്ചാൽ നമ്മുടെ വിൻഷേട്ടൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ, സുജിത്തേട്ടൻ എന്ന് പറയും. അപ്പോൾ ആളാണ് കേട്ടോ അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കണത്. പിന്നെ അതേ നിൽക്കുന്നത് നമ്മുടെ തേജു. പിന്നെ ഈ തലകുത്തി മറയുന്നത് വിൻഷേട്ടൻ്റെ പെങ്ങളുടെ കുട്ടിയാണ്. അപ്പുറത്ത് പാൻറ് കെട്ടുന്നത് ചേട്ടൻ്റെ കുട്ടിയാട്ടോ. വിൻഷേട്ടൻ 3 മക്കളാണ് കേട്ടോ, അച്ഛനും അമ്മയ്ക്കും. അതായത് മൂത്തത് ഒരു ചേട്ടനാണുള്ളത്, പിന്നെ രണ്ടാമത് വിൻഷേട്ടൻ, മൂന്നാമത് ഒരു അനിയത്തിയായിട്ടുള്ളത്. അവൾ തൃശ്ശൂരാണ് വർക്ക് ചെയ്യണത്. വീക്കിലി ആണ് കേട്ടോ, വീട്ടിലേക്കൊക്കെ വരും, അവിടെ നിന്ന് വർക്ക് ചെയ്യാണ്, ബ്യൂട്ടീഷ്യനാണ് കേട്ടോ. അപ്പോൾ അതാണ്. പിന്നെ ചേട്ടന് നാട്ടിൽ തന്നെയാണ് വർക്ക്, വിൻഷേട്ടനും നാട്ടിൽ തന്നെയാട്ടോ വർക്ക്. പിന്നെ ഇതാട്ടോ നമ്മൾ കേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. കേക്ക് നമുക്ക് വട്ടുള്ളിന്നാട്ടോ കേക്ക് സെറ്റ് ചെയ്ത് തന്നേക്കണത്. ഞാൻ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജും കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കാം. നമ്മുടെ ഈ ഏരിയയിൽ വർക്ക് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് DM ചെയ്താൽ മതി കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കേക്കൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് തരുവേ. അപ്പോൾ ഞങ്ങൾ 2-3 ദിവസം മുന്നേട്ട് ഞാൻ കേക്കിനൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അച്ഛൻ്റെ ഫോട്ടോ വെച്ചിട്ട് ചെയ്യാന്നുള്ള പ്ലാനിൽ തന്നെയായിരുന്നു. അവർ വീട്ടിൽ ഇതേ കൊടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ സമയത്ത് നമ്മൾ കേക്ക് ഇന്ന് രാവിലെ കേക്ക് കൊടുക്കുന്നത്, ആ സമയത്ത് ഞങ്ങൾ വീട്ടിലുണ്ടായിരുന്നില്ല. എന്നാലും അവർ ലൊക്കേഷൻ ഇട്ട് കൊടുത്തപ്പോൾ ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് വിൻഷേട്ടൻ്റെ ചെറുച്ചനാണ് കേട്ടോ. പിന്നെ ഇത് ചെറുച്ചൻ്റെ മോൻ വിഷ്ണു കേട്ടോ. ഇവര് വിൻഷേട്ടൻ്റെ അമ്മയും പിന്നെ അമ്മയ്ക്ക് ഒരു അനിയത്തിയായിട്ടുള്ളത്, അനിയത്തിയുടെ ഹസ്ബൻഡും പിള്ളേരും മോനും. പിന്നെ ചേച്ചി ഉണ്ട് കേട്ടോ. ചേച്ചി കുറച്ച് കഴിഞ്ഞാൽ വരും, ചേച്ചീനെ കാണിച്ചേര്. പിന്നെ ഇത് നമ്മുടെ ക്യാമറ ടീം ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സ്വന്തം മൂസിച്ചേട്ടൻ്റെ ടീമായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കാണിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, നമ്മുടെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞങ്ങൾക്ക് ഫാമിലി ഷൂട്ട് വരുമ്പോൾ എടുത്തായിരുന്നതാണ് മൂസിച്ചേട്ടൻ. അപ്പോൾ മൂസിച്ചേട്ടൻ്റെ ടീമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ഇന്നലെ തന്നെ അച്ഛന് ഷർട്ടും മുണ്ടൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇടാനുള്ളത്, പെരുന്നാളിൻ്റെ അന്നപ്പോൾ അത് ഇടാന്ന് പറഞ്ഞേക്കായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇതിട്ട് ഇനി അച്ഛൻ്റെ കുറച്ച് സിംഗിൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കാട്ടെ നമ്മൾ. അപ്പോൾ ഇതാണ് കേട്ടോ വിൻഷേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു റോഡ് എന്ന് പറയണത്. ഇതിൻ്റെ അപ്പുറത്തെ മതില് വിൻഷേട്ടൻ്റെ വീടിൻ്റെ മതിലാണ് കേട്ടോ. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ മെയിനായിട്ട് ഈ പാടും തോടും തന്നെയാണ് കേട്ടോ. എന്താ പറയുക, മഴക്കാലമായി ഉണ്ടല്ലോ, ഇവിടുത്തെ വൈബ് എന്ന് പറഞ്ഞ ഒരു വേറെ വൈബ് തന്നെയാണ്. ഇപ്പോൾ വീട് പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ 2 വർഷമായിട്ടുണ്ടാവില്ല. ഇതിന് മുന്നേ നമ്മൾ 5 വർഷത്തോളം ഇവിടെ തന്നെയായിരുന്നു, വിൻഷേട്ടൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു എല്ലാവരും കേട്ടോ. അതായത് ഞങ്ങളുടെ ഫാമിലി, ഞാനും വിൻഷേട്ടനും തേജും വിൻഷേട്ടൻ്റെ ചേട്ടൻ്റെ ഫാമിലി, പിന്നെ പെങ്ങൾ, അങ്ങനെ എല്ലാവരും കൂടിയിട്ട് വലിയൊരു കൂട്ടുകുടുംബം തന്നെയായിരുന്നു ഇത്. ഇപ്പോൾ ഞങ്ങളാണ് ഇതൊന്ന് സ്പ്ലിറ്റായിട്ട് വീട് വെച്ചേക്കണത് കേട്ടോ. അപ്പോൾ പിന്നെ ഇത് ഞങ്ങൾ അച്ഛൻ്റെ കൂടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ വർക്ക് കേട്ടോ പഴയ കാര്യങ്ങൾ. ഈ റോഡ് ഉണ്ടല്ലോ, ഇപ്പം ഞങ്ങൾ നിന്ന് ഫോട്ടോ എടുക്കണത്, നമ്മൾ മുറ്റടിക്കുമ്പോൾ ഇവിടെയൊക്കെ അടിക്കണം. കാരണം നല്ല രീതിക്ക് ഇല വീണിട്ട് വൃത്തികേടാവും. നമ്മൾ ഒരു ദിവസം അടിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ റോഡിൻ്റെ കോലം എന്ന് പറഞ്ഞൊരു വൃത്തികെട്ട കോലാവും കേട്ടോ. അപ്പം ഞാൻ അത് പറയുകയായിരുന്നു വിൻഷേട്ടൻ്റെ അടുത്ത്, ഡെയിമേ രാവിലെ എനിക്ക് മിറ്റടിച്ചേടുന്ന ഓർമ്മ വരുന്നു എന്ന്. കുറേ മിറ്റടിക്കാണ്ട് വിൻഷേട്ടൻ്റെ വീടിൻ്റെ മുറ്റം തന്നെ അത്യാവശ്യമുണ്ട്. പിന്നെ കൂടാണ്ട് ഈ റോഡും കൂടി ആകുമ്പോൾ നല്ലോണം മുറ്റടിക്കാണ്ടാവും. അപ്പോൾ ഞാൻ അതൊക്കെ അയവർക്കുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ തോട് കണ്ടില്ലേ, ആ തോടിൻ്റെ അവിടെ വന്നിരുന്നിടന്നൊക്കെ ഇങ്ങനെ പറയട്ടെ, പണികളൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ഉണ്ണിയോളെയും കൊണ്ട്, തേജൊക്കെ അന്ന് ചെറുതാട്ടോ, ചെറുത് പറഞ്ഞാൽ അത്രയും ചെറുതാ തേജുവിനൊക്കെ എടുത്തിട്ട് ആ തോടിൻ്റെ അവിടെ സൈക്കിളൊക്കെ കുന്തിട്ട് ഇങ്ങനെ വന്നിരുന്നിരുന്ന കാര്യങ്ങളൊക്കെ അയവർക്ക് കിടന്നു. ഞങ്ങളൊരു സൈക്കിൾ എടുത്തിട്ട് വൈകുന്നേരം ചേട്ടൻ്റെ വൈഫും പിന്നെ പെങ്ങളും ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇതേ സൈക്കിളും തീട്ടി തോട്ടിൽ കൂടെ കണ്ടോ, ആ വഴി കണ്ടോ അങ്ങോട്ട്, അത് കൂടെ ഒക്കെ അങ്ങനെ ഉന്തി നടക്കും. നല്ല രസമായിരുന്നു കേട്ടോ ആ ഒരു സമയം എന്ന് പറയുമ്പോൾ. പിന്നെ അതേ അച്ഛൻ്റെ അമ്മയുടെയും കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടെ, അവരുടെ കപ്പിൾ ഫോട്ടോസ് കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര നാണക്കേടാണ് കേട്ടോ, നമ്മൾ ക്യാമറ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര നാണാട്ടോ, നാണം വെച്ചാൽ ചമ്മല പറഞ്ഞ് നിൽക്കുകയാണ്. പിന്നെ ഇത് നമ്മുടെ പാറും ചിത്തുട്ടേട്ടനും അവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഇച്ചു ജിഷ്ണേട്ടൻ്റെ കുട്ടിയാണ്, വിച്ചുട്ടനും കൂടിയിട്ട് വിഹാനും കൂടിയിട്ട് അങ്ങനെ അവരും ഞങ്ങൾ ഇത് ഉള്ളിൽ കയറിയിട്ട്. പിന്നെ വിൻഷേട്ടനാണ് പുറത്ത് വീഡിയോസ് എടുത്തേക്കണത്. ഞാൻ ഉള്ളിൽ കുറച്ച് ഇങ്ങനെ നമ്മുടെ ആൾക്കാർ വരുമ്പോൾ അങ്ങനെ ആ ഒരു തിരക്കിലാടുന്നു. പിന്നെ ഞാൻ നേരെ വിൻഷേട്ടൻ്റെ ഫോൺ കൊടുത്തു കേട്ടോ. പിന്നെ എനിക്ക് വിൻഷേട്ടൻ്റെ ഫാമിലി മെമ്പേഴ്സ് പറയുമ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് കുറച്ച് പേര് വെളിച്ചന്മാരുടെ മകൾ അങ്ങനെ എല്ലാവരെയും അറിയാം. പക്ഷെ കുറച്ച് മറഞ്ഞ ബന്ധക്കാർ വരുമ്പോഴേക്ക് പറഞ്ഞു തരാൻ അറിയില്ല കേട്ടോ. പിന്നെ ഇത് നമ്മുടെ പൊന്നു കേട്ടോ, അത് വിൻഷേട്ടൻ്റെ ചേട്ടൻ്റെ മോളാണ് കേട്ടോ. ചേട്ടൻ്റെ മോളെന്ന് പറയുമ്പോൾ കസിൻ ബ്രദറാണ്. ഇതാണ് വിൻഷേട്ടൻ്റെ സ്വന്തം ചേട്ടൻ മണിയേട്ടൻ, നമ്മുടെ ചിത്തുട്ടേട്ടൻ്റെ അപ്പുറത്ത് നിൽക്കണത്. ഇപ്പോഴും കുറേ പേർക്ക് സംശയം, കുറേ പേർക്ക് മനസ്സിലാവണില്ല ഇപ്പോഴും. നമ്മൾ
നമ്മുടെ വീഡിയോസ് ഇത് പിന്നെ അപ്പുറത്ത് കണ്ട് വിൻചേട്ടൻ്റെ പെങ്ങളുടെ വൈഫാണ് കേട്ടോ, ബ്ലാക്ക് ഷർട്ട്. പിന്നെ ഇതേ ചെറിച്ചൻ വരുന്നവർക്കൊക്കെ വെള്ളം കൊടുക്കുക കേട്ടോ. പിന്നെ സുമേഷ് ഏട്ടൻ, മണിയേട്ടൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. പിന്നെ ഇതാണ് മേമയുടെ മോൻ എന്ന് പറഞ്ഞില്ലേ, മേമയുടെ മോനും പിന്നെ മേമയ്ക്ക് ഒരു മോളും ഉണ്ട് കേട്ടോ, കാർത്തിയേച്ചിയും പിള്ളേരും. പിന്നെ ഹരീഷേട്ടൻ ഉണ്ട് കേട്ടോ. അതേ വീഡിയോ എനിക്ക് അറിയില്ല, കാരണം വീഡിയോ വിൻചേട്ടനാണ് എടുക്കണത്. ഞങ്ങൾ കാണുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ ഇതേ ഉള്ളിലും ഇതേട്ടാ കുറേ ബന്ധുക്കാരെല്ലാവരും ഉണ്ട്, തറവാട്ടത്തെ ആൾക്കാരും എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ തിരക്കുണ്ട്. പിന്നെ ഇത് മേമാട്ടാ, മേമേനൊക്കെ ഞാൻ മുന്നേ വീഡിയോസിൽ കാട്ടിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇടയ്ക്കൊക്കെ എടുക്കുമ്പോൾ വരുമ്പോഴൊക്കെ എടുക്കാറുണ്ട്, അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വിൻചേട്ടൻ്റെ വല്യമ്മയാണ് കേട്ടോ. അതായത് ഇപ്പോൾ ഓട്ടോയിൽ വന്നിറങ്ങിയത് അച്ഛൻ്റെ ചേട്ടൻ്റെ വൈഫ് കേട്ടോ. അച്ഛൻ്റെ ചേട്ടൻ എന്ന് പറയുന്നത് വല്യച്ഛൻ മരിച്ചു കേട്ടോ. അപ്പോൾ അവരും എല്ലാവരും പിന്നെ അവരുടെ മേമ അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. എനിക്ക് കറക്റ്റ് അങ്ങോട്ട് വിശദീകരിച്ച് പറഞ്ഞു തരാൻ അറിയണില്ല, അതുകൊണ്ടാണ്. പിന്നെ ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല തിരക്കായി തുടങ്ങിയിട്ടാ, നമ്മുടെ മുറ്റൊക്കെ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അതേ കുറേ ബന്ധുക്കാരെല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു 60 ഷഷ്ടി ആഘോഷിക്കുക എന്നല്ല പറയാം, ആ ഒരു ഇത് കാണണത്. അത് വിൻചേട്ടൻ്റെ അച്ഛൻ്റെ കേട്ടോ, കാരണം എൻ്റെ അവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. അപ്പം ഇങ്ങനെ ഈ തുണി നമ്മൾ പൊന്നാട അണിയിക്കുക എന്ന് പറയില്ലേ, ഈ ഒരു സംഭവം എനിക്കറിയില്ല കേട്ടോ. ഞാൻ അങ്ങനെ പറയുന്നത് എന്തെങ്ങനെ അണിയിക്കണ്, ഇങ്ങനെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് വരുന്നവരെല്ലാവരും ഈ പൊന്നാട അങ്ങനെ അണിയിക്കുന്നുണ്ട്, ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടോ ഞാൻ വിചാരിച്ചു നോർമലി നമ്മളിങ്ങനെ ഗിഫ്റ്റ് കൊടുക്കില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക എന്നാട്ടോ വിചാരിക്കണത്. പക്ഷേ ഇതെങ്ങനെ പൊന്നാടയൊക്കെ അണിയിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ വിൻചേട്ടൻ്റെ ചെറിച്ചന്മാരും പിന്നെ വെല്ലിച്ചന്മാരും അങ്ങനെ കുറേ പേര് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ കുറച്ച് ഇങ്ങനെ തിരക്ക് വരുന്നുണ്ട്. ഇത് മുറ്റാട്ടോ, വിൻചേട്ടൻ്റെ വീടിൻ്റെ മുറ്റാണ്, വലിയ മുറ്റാട്ടോ. വിൻചേട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ടത്തെ മുറ്റം ഭയങ്കര വലിയ മുറ്റാണ്. ഞാൻ എന്താ പറയുക ഇങ്ങനെ എടുത്ത് പറയണത്, എനിക്ക് മുറ്റടിച്ചേട്ടൻ്റെ അപ്പം ഓർമ്മ വരും. മുറ്റം കുറേ അടിക്കാണ്ടാവും, ഫ്രണ്ടിലും ബാക്കിലും സൈഡിലൊക്കെ ആയിട്ട് കുറേ മുറ്റടിക്കാണ്ടാവും. രാവിലെ ഒരു 6 മണിക്ക് മുറ്റടിക്കാൻ നിന്ന് 7-8 മണിയാവും മുറ്റടിച്ച് കഴിയുമ്പോൾ. അത്ര അടിക്കാണ്ടാവും. പ്രത്യേകിച്ച് മഴക്കാലമായാലും കാറ്റുകാലായാലും വേനൽക്കാലായാലും എളുപ്പമല്ല മുറ്റടിക്കാൻ, നല്ല മരങ്ങളൊക്കെ ഉള്ള കാരണേ ഭയങ്കര. പക്ഷെ മുറ്റടിച്ച് നല്ല നീറ്റാക്കിയിട്ടാൽ നല്ല ഭംഗിയായിട്ടാണ് കാണാൻ മുറ്റൊക്കെ. പിന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരേ. ഇതൊക്കെ ഇവരുടെ റിലേറ്റീവ്സ് ആണ്. പക്ഷെ എനിക്കിങ്ങനെ കണ്ടുപരിചയം കുറച്ച് കുറവുള്ള മുഖങ്ങൾ ഉണ്ടായിരുന്നു, അതുകൊണ്ടാട്ടോ ഞാൻ എടുത്ത് പറയാത്തത്. പക്ഷെ കാണുന്ന ഒരുപാട് മുഖങ്ങളുണ്ട്, അപ്പോൾ അവരേനൊക്കെ ഞാൻ ജസ്റ്റ് പറയാട്ടോ. പിന്നെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, എല്ലാവരുടെയും ഫോട്ടോസും വീഡിയോസും കുറച്ച് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ 60ാം പിറന്നാൾ. കാരണം അച്ഛൻ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു, നമ്മളിങ്ങനെ കൂടുമ്പോൾ വിൻചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ 60ാം പിറന്നാൾ ആഘോഷിക്കണല്ലേ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പിന്നെ വിൻചേട്ടൻ തന്നെ മുന്നിട്ട് ഇറങ്ങി, എന്നാൽ എന്തായാലും അച്ഛൻ പറഞ്ഞതല്ലേ നമുക്ക് എന്തായാലും തകൃതിയായിട്ട് നല്ല രീതിക്ക് തന്നെ ആഘോഷിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ഒട്ടും കുറച്ചില്ല, സ്റ്റേജും ഡെക്കറും ക്യാമറയും അങ്ങനെയുള്ളത് നമ്മൾ കുറച്ച് നന്നാക്കി ഞങ്ങളുടെ രീതിയിൽ കുറച്ച് ഗ്രാൻഡായിട്ട് തന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അച്ഛന് നല്ലൊരു ഓർമ്മയാവട്ടോ ഇത്, കാരണം 60ാം പിറന്നാൾ 3 മക്കളും കൂടിയിട്ട് നല്ല അടിപൊളിയാക്കിയിട്ട് ഹാപ്പി ആയിട്ട് തന്നെ എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്ത് നന്നായി ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും അനിക്കുട്ടിയാട്ടോ പോണത്. പിന്നെ ഇതൊക്കെ തറവാട്ടത്തെ മേമമാരൊക്കെയാണ് കേട്ടോ. ശ്രീധുവിൻ്റെ അനിയത്തി അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ലേക്ക്, ഇവർ രണ്ടുപേരാണ് ഒരു പേരാ വരിക. പിന്നെ ഇത് ഷാജിക്ക പറയുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരേട്ടനാണ് കേട്ടോ. നമുക്ക് എല്ലാത്തിനും നമ്മുടെ വീട് പണിയൊക്കെ നടക്കുന്ന സമയത്ത് കുറേ പേപ്പർ വർക്ക്സിനൊക്കെ ആൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് വിൻചേട്ടൻ്റെ പെങ്ങൾ കേട്ടോ. കുറേ പേര് ചോദിച്ചിരുന്നു ഇവർ 3 ആൺമക്കളാണോന്ന്. 3 ആൺമക്കളല്ല കേട്ടോ, ഇത് വിൻചേട്ടൻ്റെ അളിയനാണ്. ഇത് റെഡ് വിൻചേട്ടൻ്റെ പെങ്ങൾ കേട്ടോ. പിന്നെ പെങ്ങളും അളിയനും പിന്നെ കുട്ടി കേട്ടോ, സച്ചുട്ടൻ. കുറേ പേര് നമ്മുടെ തേജപ്പൻ്റെ പോലെ ഉണ്ടല്ലോ എന്ന് ചോദിക്കാറുണ്ട്, ഇത് ആരാ കുട്ടീന്ന്. വിൻചേട്ടൻ്റെ പെങ്ങളുടെ കുട്ടി, അപ്പോൾ പിന്നെ ചായ ഉണ്ടാവുമല്ലോ അങ്ങനെ. പിന്നെ ഇത് മേമാട്ടോ, അതായത് അമ്മയുടെ അനിയത്തിയാണ് കേട്ടോ ഈ മഞ്ഞസാരി. പിന്നെ അവരുടെ ഫാമിലി കേട്ടോ, ചെറിച്ചനും അവരുടെ 2 മക്കളും കേട്ടോ, വിഷ്ണുവും കാർത്തിയേച്ചിയും. പിന്നെ അത് കാർത്തിയേച്ചിയുടെ കുട്ടികളാട്ടോ. പിന്നെ ഇതിൽ ഞാൻ പറയില്ല ഹരീഷേട്ടനെ മിസ്സിങ് ആണെന്ന്. ഹരീഷേട്ടൻ അവിടെ എന്തോ തിരക്കിലായിരുന്നു, പിന്നെ നമ്മൾ വിളിച്ച് സ്റ്റേജിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് വിൻചേട്ടൻ്റെ വെല്ലിച്ചനാണ് കേട്ടോ. വെല്ലിമ്മ പിന്നെ കുറേ കഴിഞ്ഞിട്ടാ കണ്ടത്, ഞാൻ വീഡിയോയിൽ എടുത്തില്ല, എനിക്ക് ഓർമ്മയില്ല. ഞാൻ വെല്ലിമ്മേനെ കണ്ട് സംസാരിച്ചു, പക്ഷെ വീഡിയോ എടുത്തില്ല തോന്നുന്നു. ഇത് വെല്ലിച്ചേട്ടാ, ഞാങ്ങാറ്റിയേട്ട വീട്. ഇവർ നമ്മുടെ വീഡിയോസ് നമ്മളൊക്കെ ഭയങ്കര സപ്പോർട്ടാട്ടോ, വെല്ലിച്ചനും വെല്ലിമ്മയൊക്കെ. കാരണം വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടം. എപ്പോഴും വന്ന് നമ്മുടെ വീഡിയോൻ്റെ കാര്യം ചോദിക്കാൻ വെല്ലിമ്മയ്ക്ക് നേരമുള്ളൂ കേട്ടോ. അതുപോലെ നിഷ ചേച്ചി അങ്ങനെ കുറച്ച് പേരുണ്ട് കേട്ടോ, മക്കളൊക്കെ ആയിട്ട്. പിന്നെ അതേ നമ്മുടെ ചിത്തുട്ടേട്ടനും പാറും കൂടിയിട്ട് അവരും കയറി ഫോട്ടോസും പിന്നെ അച്ഛന് ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും കൊടുത്തു. ഇപ്പം നമ്മുടെ വിച്ചുട്ടൻ്റെ സ്വഭാവമൊക്കെ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരുമായിട്ട് ഇങ്ങനെ മിങ്കിൾ ചെയ്തിട്ട് ആൾ നല്ല സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഏകദേശം നമ്മളൊരു 11-12 മണിയാകുമ്പോൾ തന്നെ കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ.
കാരണം അത്യാവശ്യം ആൾക്കാർ വന്നിട്ടുണ്ട്. പിന്നെ മഴ വന്നിട്ടും പോയിട്ടും ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുക. അപ്പം ഇനി മഴ കാരണം ഇടയ്ക്ക് കറണ്ടും പോകുന്നുണ്ട്. അപ്പം നമുക്ക് ഫോട്ടോസ് എടുക്കുമ്പോൾ ലൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ കുറേ ലാഗ് ആക്കണ്ട എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം നമ്മൾ വേഗം കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. ഞാൻ കേക്കിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൂടി പറയാണ് കേട്ടോ. സൂര്യാസ് ഹോം കേക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പേജിൽ നിന്നാണ് കേട്ടോ. അതായത് പേജ് മീൻസ് അവർക്ക് ഇൻസ്റ്റാഗ്രാം ID ഉണ്ട്. നമ്പർ ഞാൻ കഴിഞ്ഞ ഒരു ക്ലിപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത് ഉള്ളവരൊക്കെ കൊടുക്കുക. വട്ടോളിയാണ് ഇവരുടെ വീട് വരുന്നത്. അപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ് ചേച്ചി, സ്റ്റാർട്ടിംഗ് ആണ്. അപ്പോൾ പരമാവധി നമ്മുടെ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. കാരണം ഹോം മെയ്ഡായിട്ട് ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. നമ്പർ ഞാൻ കൊടുക്കാം. കേക്ക് ചെയ്യണം എന്നുള്ളവരുണ്ടെങ്കിൽ പിക്കും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തവർ അതുപോലെ ചെയ്ത് തരും കേട്ടോ നമുക്ക് കേക്ക്. അതേ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. അതിന് മുന്നേ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കേട്ടോ കേക്ക് കട്ട് ചെയ്യണത്. അമ്മമ്മ എന്നെ നോക്കണോക്ക് ഞാൻ അതിൽ ചോക്കിയിട്ട് എൻ്റെ മുഖത്തല്ല അങ്ങോട്ട് നോക്കുക. അവിടെ കേക്ക് കട്ട് ചെയ്യണത് കറക്റ്റാക്കുന്നുണ്ട് കേട്ടോ. അമ്മമ്മക്ക് തീരെ വയ്യാട്ടാ. അതിൻ്റെ ഭയങ്കരമായിട്ടൊരു ഇതുണ്ട്. അമ്മമ്മനെ അങ്ങനെ പിടിച്ചിട്ടാട്ടോ ഞങ്ങൾ നിൽക്കണത്. അമ്മമ്മ ഇങ്ങനെ നടന്നില്ല. അമ്മമ്മ പറഞ്ഞ ഒരു വേറെ ടൈപ്പായിരുന്നു. അമ്മമ്മ ഭയങ്കര എൻജോയ്മെൻറ്റ് കൂടുതലായിരുന്നു. അമ്മമ്മ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയാണ്. ഭയങ്കര നമ്മുടെ ഇതിനിങ്ങനെ നിൽക്കണ ഒരാളായിരുന്നു കേട്ടോ അമ്മമ്മ. ഭയങ്കര സൈലൻ്റ് അല്ല, പക്ഷെ ആൾ കുറച്ച് വൈലൻ്റ് ആണ്. എന്ന് വെച്ചാൽ എന്താ പറയുക, ഞാൻ നാളെ വീഡിയോ കാണിച്ചില്ല അമ്മമ്മയുടെ പാട്ടൊക്കെ വെച്ചാൽ നമ്മുടെ കൂടെ ഡാൻസ് കളിക്കാൻ കൂടുക. അതായത് വിൻചാൻ്റെ കൂടെ കേട്ടോ പാട്ടൊക്കെ വെച്ചാൽ വിൻചാൻ്റെ ഒപ്പം നിന്ന് ഡാൻസ് കളിക്കുക. പിന്നെ ഓരോ കോമഡി പറയുക. അങ്ങനത്തെ അമ്മമ്മയായിരുന്നു. അങ്ങനെയായിരുന്നു അമ്മമ്മ. ഇപ്പം 2-3 വർഷമായിട്ടുള്ളൂ കേട്ടോ അമ്മമ്മ. ഇങ്ങനെ പ്രായമാകുമ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അത് അമ്മമ്മയ്ക്ക് നല്ലോണം ഉണ്ടായിരുന്നു. പിന്നെ അതേ നമ്മൾ കണ്ട വിൻചാട്ടിനെ നോക്ക്. അങ്ങനെ എല്ലാവരുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും അതേട്ടോ ഇവിടെ മുറിക്കുമ്പോൾ എൻ്റെ മുഖത്തേക്ക് കുറേ നേരം ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതേ കേക്ക് ഷുഗർ ഉണ്ട് കേട്ടോ അമ്മമ്മയ്ക്ക്. അതുകൊണ്ട് അമ്മമ്മയ്ക്കും കുറച്ച് ശേഷം മധുരം കൊടുക്കണുള്ളൂ. അമ്മമ്മയ്ക്ക് നല്ല ഷുഗർ ഉണ്ട്. അപ്പോൾ കൊടുക്കാൻ ഭയങ്കര പേടിയാട്ടോ മധുരമൊക്കെ. പിന്നെ അതേ കേക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കും. നമ്മുടെ ആരെയും കിച്ചുട്ടനൊന്നും എത്തിയിട്ടില്ല കേട്ടോ. കാരണം ഉണ്ണിക്ക് ഞാൻ പറഞ്ഞല്ലോ കപക്കെട്ടുണ്ട്. പിന്നെ ഇറങ്ങാൻ നിൽക്കണ നേരത്തെ ഒരു മഴയും കൂടി പെയ്തപ്പോൾ അതൊന്നും ഒതുങ്ങിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ നിന്നോട്ടെ. വണ്ടിയിലാണ് വരണത്, പക്ഷെ ഒന്ന് ഒതുങ്ങി വരാച്ചിട്ട് അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പിന്നെ കേക്ക് കട്ട് ചെയ്തു കേട്ടാ. അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും അവരും വന്നു കേട്ടാ. പിന്നെ നല്ല തിരക്കുള്ള കാരണം നമുക്ക് ഉണ്ണീനെ കൊണ്ടുവരാനും കുറച്ച് പേടിയുണ്ട് കേട്ടാ. ചെറുതല്ലേ. അപ്പോൾ ഒന്നിങ്ങനെ ഒതുങ്ങിയപ്പോൾ അവരും വന്നിട്ടുണ്ട്. അപ്പോൾ ചെക്കനെ വേഗം ഞാൻ എടുത്തു വിട്ടാ. കാരണം ഇവിടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ കുറച്ച് പണിയാണ്. കുറച്ച് ഹൈറ്റുള്ള കാരണേ വണ്ടിയിൽ നിന്ന് പെട്ടെന്ന് നമുക്ക് നോർമൽ കാറിന്ന് ഇറങ്ങണ പോലെ ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ അവൾക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ എൻ്റെ ഉണ്ണീനെ തന്നു. ദേ വെയിലടിച്ചതാട്ടോ മുഖത്തേക്ക്. എപ്പോഴേക്കും കണ്ണൊക്കെ ഇങ്ങനെ ചീമ്പി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് അങ്ങോട്ട് വിൻചാട്ടൻ്റെ വീട്ടിൽ കയറ്റി. പക്ഷെ നല്ല തിരക്കപ്പം അമ്മ പറഞ്ഞു അങ്ങോട്ട് അപ്പുറത്തേക്ക് ചേട്ടൻ്റെ വീടെന്ന് പറഞ്ഞില്ലേ, നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള വീടായിട്ട് ഒരു ചേട്ടൻ്റെ വീട്. അപ്പം നമ്മൾ അവിടെ പോയി ഇരിക്കാട്ട് ഉണ്ണിയും കൊണ്ട് ചെയ്ത് അവിടെ കൊണ്ടിരുത്തുക ചെയ്ത്. അവിടെ ആകുമ്പോൾ അധികം തിരക്കില്ല. ഇവിടെ മൊത്തം ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകാമെന്നും പറഞ്ഞിട്ട് ഇത് എടുത്തിക്കാട്ടോ. നമ്മുടെ വിച്ചുട്ടനും ഉണ്ട്. വി എന്നാട്ടോ പാറു വിളിക്കുക. അപ്പോൾ അവർ രണ്ടുപേരെയും രണ്ടാളേനും അങ്ങോട്ട് ചേട്ടൻ്റെ അവിടേക്ക് ആക്കാം. ഒന്ന് തിരക്ക് ഒതുങ്ങിയിട്ട് ഫുഡ് കഴിക്കാൻ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിന് മുന്നേ അച്ഛനെയും ഒന്ന് കണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോവാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഉണ്ണീനെ. ആദ്യമായിട്ട് കാണുന്നു. അപ്പോൾ ആരും ഒന്ന് എടുത്ത് നോക്കിയതാ. അപ്പോഴേക്കും ചെറുതായിട്ടൊരു കരച്ചിലുണ്ട് ബിനിട്ടാ. അതങ്ങനെയാ, പെട്ടെന്ന് ഭയങ്കര പരിചയമൊക്കെടാ. എല്ലാവരുടെ അടുത്തേക്കും പെട്ടെന്ന് അങ്ങോട്ട് ചെല്ലില്ലേ. പിന്നെ ഒരു ലെക്ക് എന്താ തോന്നിയെന്ന് വെച്ചാലേ, മഴ നമ്മളെ വല്ലാണ്ട് അങ്ങോട്ട് ശല്യം ചെയ്തില്ല കേട്ടോ. ഇടയിലൊന്ന് ചാർന്ന് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ശല്യമായിട്ട് വന്നില്ല. പിന്നെ ഇന്നലെയൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര മഴ, നിൽക്കാണ്ട് ഇങ്ങനെ പടപടപടാച്ചിട്ടുള്ളൊരു ഷീറ്റിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വീഴുമ്പോൾ സൗണ്ട് ഉണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു മഴയായിരുന്നു കേട്ടോ. പക്ഷെ ഇന്ന് ഒരു ഇടയ്ക്കൊന്ന് വെയിൽ വരും, ഒന്ന് തണൽ വരും, ഒന്ന് മിക്സ് ആയിട്ടുള്ള മഴയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സുഖമായിരുന്നു, വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. അല്ലെങ്കിൽ എല്ലാവരും കൂടി ആകുമ്പോൾ അറിയാമല്ലോ, ഒരു മഴയും കൂടി ആയി എളുപ്പമല്ല നിൽക്കാൻ. പിന്നെ അച്ഛനെ ഗിഫ്റ്റ് കൊടുക്കാട്ടെ. ഈ ഒരു നേരം ആകുമ്പോഴേക്കും അച്ഛന് വെയ്യാണ്ടായിക്കണു. വേറെ ഒന്നുമില്ല, ഫോട്ടോസ് എടുത്ത് മലങ്ങി എന്നാണ് പറഞ്ഞിരുന്നത്. സ്റ്റാർട്ടിങ് തന്നെ എടുക്കുമ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അച്ഛന് നല്ല ഭംഗിയിലൊക്കെ പോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം തുടക്കത്തിൽ നല്ലതിൽ നിൽക്കാമല്ലോ. അത് കഴിഞ്ഞ് എടുത്ത് അവസാനം ആകുമ്പോഴേക്കും ആകെ ഒരു പരിവായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കഴിഞ്ഞ ഫോട്ടോസ് ഇട്ടപ്പോൾ കുറേ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനെ കണ്ടത്ര പ്രായം തോന്നില്ല, 60 വയസ്സൊന്നും കണ്ടാൽ തോന്നില്ലല്ലോ, അച്ഛൻ മമ്മൂട്ടിയുടെ പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് എന്താ വെച്ചാൽ വിൻചാട്ടൻ്റെ അച്ഛൻ എത്ര ചെറുപ്പോ വിൻചാട്ടൻ്റെ അച്ഛൻ എന്നൊക്കെ. അപ്പോൾ വിൻചാട്ടൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് ചെറുപ്പത്തിലേ കല്യാണം
കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 23 വയസ്സുള്ളപ്പോഴൊക്കെ വിൻചേട്ടനൊക്കെ ആയിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞു കേട്ടിരുന്നു. പിന്നെ അച്ഛനും അമ്മയും 1-2 വയസ്സിന് വ്യത്യാസമുള്ളൂ. അങ്ങനെ വിചാരിക്കും നിങ്ങൾ ലവ് മാരേജ് ആണോ വിചാരിക്കും. ലവ് മാരേജ് അല്ല കേട്ടോ, പക്ക അറേഞ്ച്ഡ് മാരേജ് ആയിട്ട് അച്ഛൻ്റെ അമ്മയുടെയും. പക്ഷേ ഏജിനൊക്കെ ചെറിയ വ്യത്യാസമുള്ളൂ. പിന്നെ ഇവര് എന്താ പറയുക, പണ്ട് പറയില്ലേ മുറച്ചെറുക്കനും മുറപ്പെണ്ണ്, അങ്ങനെ മാമൻ്റെ മക്കളാണ് കേട്ടോ വിൻചേട്ടൻ്റെ അച്ഛനും അമ്മയും. അങ്ങനെ പണ്ടൊട്ടേ പറഞ്ഞ് അങ്ങനെ കഴിപ്പിച്ചേക്കണതാട്ടോ. ഞങ്ങൾ വിൻചേട്ടൻ ഇടയ്ക്ക് കളിയാക്കണ കാണാൻ നിങ്ങളുടെ ലവ് മാരേജ് അല്ലേ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ ലവ് മാരേജ് അല്ല, അറേഞ്ച് തന്നെയാണ്. പക്ഷെ ഇവര് അമ്മാവൻ മക്കൾ എന്ന് പറയില്ല, അങ്ങനെ കേട്ടാ. അപ്പോൾ ചെറുപ്പത്തിൽ തന്നെ ചെറിയ ഏജിൽ തന്നെ ചേട്ടനും വിൻചേട്ടനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അച്ഛന് പ്രായം അത്ര കുറവാവൂലോ, മീൻസ് ചെറുപ്പം ആവൂലോ. അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലായി എന്നൊക്കെ വിചാരിക്കണു. അങ്ങനെ കേട്ടോ. പിന്നെ നമ്മളിത് നേരെ ഇങ്ങോട്ട് വന്നുട്ടോ ചേട്ടൻ്റെ വീട്ടിലേക്ക്. ഇതേ കാണുന്നത് വിൻചേട്ടൻ്റെ വീടാട്ടോ, തൊട്ടപ്പുറത്ത് തന്നെയാണ്. അങ്ങനെ നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ ഇവിടെ കണ്ടോ, വലിയ തിരക്കില്ല, എല്ലാവരും അവിടെ അല്ലേ. പിന്നെ ഇവിടെ 2 നായ്ക്കളുണ്ട് കേട്ടോ, കണ്ടോ. ഒന്ന് ഭയങ്കര വലിയ നായും അപ്പുറത്തുട്ടോ. പിന്നെ ഇതേ കാണണം ഞാൻ സൂം ചെയ്ത വീടില്ലേ, അതെൻ്റെ മാമൻ്റെ വീടാട്ടോ. അതായത് നമ്മുടെ അമ്മമ്മ ഇല്ലേ, നമ്മുടെ അമ്മമ്മ അവിടെ ഉണ്ടാവുക. ഇപ്പം അമ്മമ്മ വീട്ടിലാണ്. ഞാൻ പറയില്ലേ എൻ്റെ മാമൻ്റെ വീട് വിൻചേട്ടൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അതാ കാണുന്ന വീടാട്ടോ മാമൻ്റെ വീട്. പിന്നെ അതേ ജിത്തുട്ടേട്ടൻ്റെ അടുത്തേക്ക് പോയിട്ടോ നമ്മുടെ കിച്ചുട്ടൻ. അപ്പം നമ്മുടെ വിച്ചുട്ടന് ചെറിയൊരു ഈഗോ അടിച്ചു എന്നൊരു സംശയം. അതായിട്ട് ഞങ്ങൾ ഇരുന്ന് ചിരിക്കുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ വോയിസ് കിട്ടുന്നില്ല. ഞാൻ കുറേ നോക്കി. നമ്മുടെ കിച്ചുട്ടനല്ല വിച്ചുട്ടനാണെങ്കിൽ എന്തോ ഇങ്ങനെ മൂളിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ജിത്തുട്ടേട്ടൻ ഇങ്ങനെ കൊഞ്ചിക്കുമ്പോൾ അവിടെ നിന്നിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഈഗോൻ്റെ ഒരു ടോണ് കാട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ. പിന്നെ അങ്ങോട്ട് മുഖം തിരിക്കുക, മൈൻഡ് ചെയ്യേണ്ട നിൽക്കുക, അവർക്കറിയാലോ. പിന്നെ നമ്മുടെ തേജ് ബലൂണൊക്കെ കൊടുന്നപ്പോൾ കുറച്ച് നേരം അതിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കണ്ടോ മോന്തൊക്കെ മാറിയിട്ടുണ്ട് ആളിലെ. പിന്നെ ഇതേ പൊന്നും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങോട്ട്. അപ്പം ഇതാട്ടോ സന്ധ്യ ചേച്ചിയുടെ വീടാണ്. കുറച്ച് പേര് കേട്ടോ, കുറേ പേര് മീൻസ് വയൽ വരുന്നതാണ്. കുറച്ച് പേര് ഇങ്ങനെ കമന്റിലിട്ടുണ്ടായിരുന്നു സന്ധ്യ മിസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കേട്ടോ. സന്ധ്യേച്ചി എന്ന് പറയുന്നത് വിൻചേട്ടൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, കസിൻ ബ്രദറിന്റെ വൈഫാണ്. അപ്പോൾ അവരുടെ വീട് നമ്മുടെ അപ്പുറത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാണ് സന്ധ്യ ചേച്ചി. അങ്ങനെ ഇവരേനെ ഇവിടെ ഇരുത്തിയിട്ട് ഇതേ ഞാൻ നേരെ അപ്പുറത്തേക്ക് പോയിട്ടോ. അപ്പോഴേക്കും ഇതേ ഇവിടെ വിളക്കൊടുത്തൊക്കെ വിളമ്പിയിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. ഞാൻ നമ്മുടെ തേജുവിൻ്റെ പിറന്നാളിനും കാട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പുറത്താണ് ഫുഡ് കൊടുക്കുക. പക്ഷെ നമ്മൾ അടുക്കളയിൽ വിളക്ക് വെച്ചിട്ട് ഒരില വേറെ ഇട്ടിട്ട് വിളമ്പി വെക്കും കേട്ടോ. നമ്മൾ വിളക്കത്ത് വിളമ്പുക എന്നാണ് കേട്ടോ പറയുക. അങ്ങനെ ഫുഡ് അടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആയിരുന്നു കേട്ടോ നമ്മുടെ വിൻചേട്ടൻ്റെ അച്ഛൻ്റെ ഒപ്പം പഠിച്ച 10ാം ക്ലാസ്സിലെ ഗ്രൂപ്പൊക്കെ ഉണ്ടാവില്ലേ, അവരുടെ അന്നത്തെ അവരെല്ലാവരും കൂടി ഒരു റിയൂണിയൻ പോലെ ഇവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കേട്ടോ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊരു കേക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കേക്കും കൂടി നമ്മൾ 2 കേക്കും കൂടി മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഫാമിലി ആയിട്ടൊരു കേക്ക് കട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ഗ്രൂപ്പിൽ എല്ലാവരും കൂടിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ഭയങ്കര വൈബാട്ടോ. ഭയങ്കര വൈബ് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, മൈക്കയിലൊക്കെ എന്തൊക്കെയോ പറയണ്ട, ഭയങ്കര ചിരിയും കളിയായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ. ഇപ്പൊ കണ്ടത് വിൻചേട്ടൻ്റെ അച്ഛൻ്റെ ഒപ്പം പഠിച്ച കൂട്ടുകാരാണ് കേട്ടോ. എല്ലാവരും കൂടി വന്നിട്ട് ഒന്ന് ആഘോഷിച്ചിട്ടുണ്ട്. പിന്നെ ഈ നിൽക്കുന്നത് നമ്മുടെ വിൻചേട്ടൻ്റെ ഫ്രണ്ട്സ് ആട്ടോ. അത് ഇപ്പോൾ വർക്ക് ചെയ്യണില്ലേ നമ്മുടെ കൊട്ടയക്കിലെ. കുറേ പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് വിൻചേട്ടൻ എന്താ ജോലി എന്ന്. അയ്യോ എത്ര വട്ടം ഞാനിങ്ങനെ ഓരോ വീഡിയോസിൽ ആഡ് ചെയ്ത് കൊടുക്കുകയെന്നറിയോ. വിൻചേട്ടൻ പാലക്കാടാണ് വർക്ക് ചെയ്യണത്. കോട്ടയക് മഹീന്ദ്രയിൽ റിക്കവറി ഓഫീസറായിട്ടാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഇതേ അവിടുത്തെ സാറുമാരും വിൻചേട്ടൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്നവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അവരും ഇതേ ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. ലാസ്റ്റ് ഇതേ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന സമയമായിരുന്നു, കറണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ പുറത്തുനിന്ന് എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടുത്തെ ഒരു തിക്കും തിരക്കൊന്നും ഒതുങ്ങിയപ്പോൾ ഞാനിതേ വീണ്ടും നമ്മുടെ പിള്ളേരുടെ അടുത്തേക്ക് ഒന്ന് വന്നു നോക്കിട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ കിച്ചൂട്ട് ഉറങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിതേ ഫുഡ് കഴിക്കണേൻ്റെ അവിടേക്ക് വീണ്ടും വന്നു. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇവരുടെ അടുത്തും വന്ന് നോക്കും, കാരണം ഇവരോട് ഒറ്റയ്ക്കല്ല ഇരിക്കണത്. അപ്പോൾ ഇവിടേക്കും വരും, അപ്പുറത്തേക്ക് ഓടും. അങ്ങനെ നിൽക്കുകയായിരുന്നു. അങ്ങനെ ഏകദേശം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് തിരക്ക് ഒഴിഞ്ഞു തുടങ്ങിയിട്ട് ഓരോരുത്തർ പോയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മുടെ കിച്ചൂട്ടിനെ ഇത് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഫുഡ് കഴിക്കുക വെച്ചിട്ടായിരുന്നു. അപ്പോൾ നമ്മളിത് വിൻചേട്ടൻ്റെ അമ്മടയിൽ കൊടുത്തിട്ട് ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാതിരിക്കുക വെച്ചിട്ടാട്ടോ. പിന്നെ നമ്മുടെ
വിച്ചുവിനെ അരി കൊടുത്താലും വാങ്ങാനുള്ള ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ജീവിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ജിത്തുട്ടേട്ടൻ ഞങ്ങളോട് ഇരുന്നോ, വിൻചേട്ടനും ജിത്തുട്ടേട്ടനും ലാസ്റ്റ് ഇരിക്കാം, ഞങ്ങളെല്ലാവരും പിരിക്കാമെന്നും പറഞ്ഞിട്ട് ജിത്തുട്ടേട്ടൻ ഉണ്ണീനെ എടുക്കട്ടെ ചെയ്തത്. കിച്ചുട്ടനെ വിൻചേട്ടൻ്റെ അമ്മയുടെ അകത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഞങ്ങൾ ലാസ്റ്റിൽ ഇരുന്നു. പിന്നെ ഈ നേരം ആകുമ്പോഴേക്കും അങ്ങനെ കുറേ പേര് പോയി, ഒന്ന് തിരക്ക് ഒതുങ്ങി. നമ്മുടെ ബന്ധക്കാർ, നമ്മുടെ അടുത്ത ആൾക്കാർ മാത്രം ലാസ്റ്റിലേക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടോ. നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ. എനിക്ക് അല്ലെങ്കിൽ വിൻചേട്ടൻ്റെ നാട്ടിലത്തെ സദ്യ എന്ന് പറഞ്ഞാൽ അതൊരു അടിപൊളി സദ്യ തന്നെയാട്ടോ. പ്രത്യേകിച്ച് പാലട അവിടുത്തെ സ്പെഷ്യൽ. പിന്നെ ഇവിടെ ഒരു കോവയ്ക്കുപ്പേരി കിട്ടും, കോവയ്ക്കും കടലൊക്കെ ഇട്ടിട്ട് അതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ചേച്ചിയും പെങ്ങളും എല്ലാവരും ഉണ്ട്. പിന്നെ ഇതാണ് കേട്ടോ ഗൈസ് ഞങ്ങളുടെ റൂം ഉണ്ടായിരുന്നത്. എൻ്റെയും വിൻചേട്ടൻ്റെയും റൂം ഇതായിരുന്നു ഞങ്ങളുടെ കുഞ്ഞു സ്വർഗം ഇവിടെ ഉള്ളപ്പോട്ടാ. മീൻസ് ഞങ്ങൾ 3 പേര് ഒതുങ്ങുന്ന ഒരു റൂം ഇതായിരുന്നു. പിന്നെ കട്ടിൽ നമ്മുടെ പഴയ കട്ടിൽ നമ്മുടെ വീട്ടിലാട്ടോ, അത് അവിടെ ഉണ്ട്. ഇത് ഇപ്പോൾ ഇവിടെ അച്ഛനും അമ്മയായിട്ടൊക്കെ എടുക്കണത്. പിന്നെ നമ്മൾ റൂമിൽ വന്ന് കിടന്നു. നമ്മുടെ കിച്ചുട്ടനും വിച്ചുട്ടനെയും കൂടിയിട്ട് ഇത് എവിടെ കിടത്തിയതാട്ടോ. അപ്പോൾ നമ്മുടെ ഉണ്ണി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഉറങ്ങണില്ല, ഇപ്പം കുറേ നേരം കരച്ചിലും പീച്ചിലൊക്കെ ആയിട്ട് കിടന്നിരുന്നു കേട്ടോ. പിന്നെ ഒന്ന് ഓക്കെ ആയി. പിന്നെ ഇത്തിരി വിരൽ കൂടുന്ന സ്വഭാവം കൂടി ഉണ്ട് കേട്ടോ ആൾക്ക്. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒതുങ്ങിയതിന് ശേഷം കുറച്ച് ഫ്രീ ആയിട്ട് കുറച്ച് ഫോട്ടോസും കൂടി എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ തേജപ്പനായിട്ട് വിളിക്കേണ്ടത്. തേജോടെ കളിയിലാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേര് ചോദിച്ചിരുന്നത് നമ്മുടെ തേജുവിൻ്റെ മോന്ത ഇങ്ങനെ ഇരിക്കണമെന്ന്. വേറൊന്നുമല്ല, പിള്ളേരുടെ കൂടെ നല്ല കളിയാണ്. ആ കളിയുടെ ഇടയിൽ ഫോട്ടോ എടുക്കാൻ വിളിച്ച് കൊണ്ട് നിർത്തുമ്പോൾ ഉള്ള ഭാവമാണ് അത്. അവനെ കളിയിൽ നിന്ന് അങ്ങോട്ട് ഇതാക്കല്ല, ഇല്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വായോ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കയറി നിന്നിട്ട് കുറച്ച് ഫോട്ടോസും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി നിന്നിട്ട് ഇതേ ഫോട്ടോ എടുത്തപ്പോൾ അതിൻ്റെ ഇടയിൽ സച്ചുട്ടൻ വന്നോട്ടെ. സച്ചുട്ടൻ പിന്നെ തിരിഞ്ഞോക്കിയപ്പോൾ അവൻ്റെ അച്ഛനമ്മേനെയും കാണാനില്ല. അപ്പോൾ ഓടിപ്പോയി. അങ്ങനെ ഇതേ വീണ്ടും പിടിച്ച് നിർത്തി. പിന്നെ ചേട്ടൻ്റെ കുട്ടിയും കൂടി നിന്നിട്ട് ഞങ്ങളിത് എങ്ങനെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കുഞ്ഞ് ഫാമിലി ആയിട്ട് എടുത്തു കേട്ടോ. അതായത് ഇതാണ് വിൻചേട്ടൻ്റെ സിബ്ലിങ്സ് എന്ന് പറയണത്. അത് വിൻചേട്ടനൊരു ചേട്ടനുണ്ട്, പിന്നെ പെങ്ങളുട്ടാം. ഇതിൽ എല്ലാവരും ഉണ്ട്. പെങ്ങളാണ് ആ റെഡ് ചുരിദാർ, അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ബ്ലാക്ക് ചുരിദാറാണ് ഹസ്ബൻഡ്. പിന്നെ പെങ്ങളുടെ അപ്പുറത്ത് നിൽക്കുന്നത് വിൻചേട്ടൻ്റെ ചേട്ടനാണ്, അതിൻ്റെ അപ്പുറത്ത് ചേട്ടൻ്റെ വൈഫാണ്. പിന്നെ അച്ഛൻ, അമ്മ, ഞാൻ, വിൻചേട്ടൻ, തേജു, പിള്ളേരും. അപ്പോൾ ഇത് കേട്ടോ. പിന്നെ ഞങ്ങൾ പിള്ളേരനെയൊക്കെ മാറ്റിയിട്ട് ഞങ്ങളും നിന്നിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറയുന്നു, ഇതാണ് കേട്ടോ ഫാമിലി. ഇപ്പോഴും കുറേ പേര് ചേട്ടൻ്റെ ഫാമിലീനെ കാണിച്ചു തരും. അതായത് പുതിയ സബ്സ്ക്രൈബേഴ്സ് ആട്ടോ ചോദിക്കുന്നത്. നമ്മുടെ പഴയ ആൾക്കാർക്ക് ഇപ്പോഴും അറിയാം, കാരണം നമ്മൾ ഓണം വിഷു അങ്ങനെ ഒത്തുകൂടുമ്പോൾ കാണിക്കാറുണ്ട്. അല്ലാണ്ട് ഒരു കണ്ടന്റ് ആക്കിയിട്ട് അങ്ങനെയായിട്ട് ഞാൻ ഇതുവരെ അങ്ങനെ ഒരു വ്ളോഗ് ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗിലാണ് കാണിക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഡെയിലി വ്ളോഗിൽ എനിക്ക് ഒരിക്കലും കാണിക്കാനുള്ള നിവൃത്തിയില്ല. കാരണം നമ്മുടെ വീട്ടിൽ ഡെയിലി വ്ളോഗിൽ ഇപ്പം എന്നെ ആയിരിക്കും നിങ്ങൾ കൂടുതൽ കാണുക, എന്നെയും തേജുവിനെ ആയിരിക്കും. പിന്നെ വിൻചേട്ടൻ ജോലിക്ക് പോകണമെന്നും വരണതും അതാ നിങ്ങൾ കാണണ്ടായിരിക്കുള്ളൂ. മെയിനായിട്ട് ഞാനും തേജുവാണ് നമ്മുടെ വ്ളോഗിൽ നിറഞ്ഞിരിക്കുന്ന ആൾക്കാർ കേട്ടോ. അപ്പോൾ ഇതാണ് ഫാമിലി. വിൻചേട്ടൻ്റെ വീട് ഇതാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരമുള്ളൂ കേട്ടോ. എല്ലാം കഴിഞ്ഞൊന്ന് ഫ്രീ ആകുമ്പോൾ ഒരു 3:30-4 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. കാരണം കിച്ചുട്ടനും കഴിക്കാൻ കൊടുക്കണം, പിന്നെ നമ്മുടെ വിച്ചുവിനും കഴിക്കാൻ കൊടുക്കണം. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് വിച്ചുവിനുള്ള ചോറ് എടുത്തിട്ട് പോന്നു. അവിടെ എല്ലാവരും കൂടി തിരക്ക് കാരണം കുട്ടി ഞങ്ങൾ സെറ്റ് ആവണില്ലേ കുട്ടികൾ. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, നൈസായിട്ട് വണ്ടി എടുത്തിട്ട് ഇവരെയും കൊണ്ട് ഇങ്ങോട്ട് പോന്നു. എന്നിട്ട് ഇവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ വിച്ചുവിന് ചോറ് കൊടുക്കണം. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് വിൻചേട്ടൻ്റെ വീട്ടിൽ നിന്ന് ചോറൊക്കെ എടുത്തിട്ട് പോന്നിട്ടുണ്ടായിരുന്നേ. ഉണ്ണിക്കുള്ള ചോറ് മാത്രം. അപ്പം നമ്മുടെ തേജപ്പനായിട്ട് ഉണ്ണിക്ക് ചോറ് കുഴച്ച് കൊടുക്കുമ്പോൾ കൊടുക്കണ ആള് അവൻ കൊടുക്കുമ്പോൾ കഴുകണോണ്ട് നമ്മുടെ തേജ് ഉണ്ടല്ലോ പിള്ളേരെ നല്ല കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായിട്ട് അവരിരുന്ന് പറയണത്. തേജ് വേദനിപ്പിക്കണമെന്നില്ല, നല്ല ശ്രദ്ധിക്കുന്നുണ്ട് ഉണ്ണിയോളേനെന്ന്. അങ്ങനെ അവരെ അവിടെ ആക്കിയിട്ട് ഞാനിത് വീണ്ടും വിൻചേട്ടൻ്റെ വീട്ടിലേക്ക് പോന്നു. ഇവിടെ ഇനി കുറച്ച് പണികൾ വേറെ ഇവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മെയിനായിട്ട് അച്ഛന് ഗിഫ്റ്റ് കിട്ടിയതൊക്കെ ഇത് എല്ലാവരും കൂടി ഇരുന്ന് അൺബോക്സ് ചെയ്യായിരുന്നു. പിന്നെ കുറേ ഫുഡ് ബാക്കി ഉണ്ടായിരുന്നു, അതൊക്കെ ഇതേ പാക്ക് ചെയ്തിട്ട് അച്ഛനും അമ്മയൊക്കെ കൂടിയിട്ട് ഇപ്പുറത്തും 4-5 വീടുള്ളൂ, അവിടെയൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി ഫുഡ് പിന്നെ നമ്മളും എല്ലാവരും കൂടി സ്പ്ലിറ്റ് ചെയ്ത് എടുക്കൂട്ടാ. കുറേ ഷർട്ടും മുണ്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇത് എല്ലാവരും പൊളിച്ച് നോക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ കുറേ ഷർട്ട് കിട്ടിയപ്പോൾ ഇവർക്ക് കൊടുക്കുക, വിൻചേട്ടനും ചേട്ടനും ഇത് നിങ്ങൾ കൊണ്ടൊക്കോ അത്രയും ഷർട്ടും മുണ്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ ഗിഫ്റ്റായിട്ട്. അപ്പോൾ എന്തിനൊക്കെ ഇത്ര നിങ്ങൾ കൊണ്ടൊക്കെ പറഞ്ഞിട്ട് വിൻചേട്ടന് കൊടുക്കട്ടോ. കുറേ വിൻചേട്ടനാണെങ്കിൽ വിൻചേട്ടൻ അത്യാവശ്യം ഉണ്ട്. അപ്പം ഞങ്ങൾ പറയുന്നുണ്ട് അവിടെ വെച്ച് ഓരോ പരിപാടി ഉണ്ടാകുമ്പോൾ ഓരോന്നോ പല കളറിലിട്ട് പോവാലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ വാച്ചും അങ്ങനെ കുറച്ച് ഐറ്റംസ് ആയിട്ടാണ് കിട്ടിയേക്കണത്. അങ്ങനെ ഇതെല്ലാം കൂടി സെറ്റ് ചെയ്തിട്ട് അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഫുഡ് ഉണ്ടായിരുന്നല്ലോ. അപ്പം എനിക്ക് കുറേ ഫുഡ് വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സ്കൂട്ടി എടുത്തിട്ടാട്ടോ അവരെ അവിടെ ആക്കിയിട്ട് ഞാൻ സ്കൂട്ടി എടുത്തിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സാമ്പാറും അച്ചാറും, നമ്മുടെ വിൻചേട്ടന് അച്ചാറ് ഭയങ്കര ഇഷ്ടമല്ലോ, അപ്പോൾ അമ്മ അച്ചാറാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ പായസവും പാലടി ആക്കിയിട്ട് അങ്ങനെ സാമ്പാറും പാലടിയും അച്ചാറും. ഞാൻ വെറും പായസം കൊണ്ടുപോകാൻ വേണ്ടി വന്ന ആളായിരുന്നു. അതിനിടയിൽ നമ്മുടെ ചെറിച്ചതേ ഇവിടെ സാമ്പാർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിലത്തിട്ട് പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ആകെ മൊത്തം കൊളാക്കി തന്നു. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ ഒരു ഷർട്ട് മണിയേട്ടൻ ഇട്ടോക്കിയതാട്ടോ. അപ്പോൾ ഇത് മണിയേട്ടനോട് എടുത്തോന്നു. അച്ഛന് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ അച്ഛനും ഇത് മണിയേട്ടൻ ഇട്ടോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഇത് എടുത്തോന്നും പറഞ്ഞിട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ആളത് ഇട്ടിട്ട് സെറ്റാണോ എന്ന് നോക്കുകയാണേ. ആ ഷർട്ട് അടിച്ചു
വെച്ചിട്ട് കറക്റ്റ് ആ മുണ്ടിൽക്കും വെച്ചായി ഒരു ഷർട്ടും പണിയായിട്ടെടുത്തു. ചേട്ടന് പിന്നെ എന്തൊരു പരിപാടി കഴിഞ്ഞാലും ഉള്ളതാട്ടോ ഒരു തലവേനായി. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മൈഗ്രെയിൻ ഉള്ള കാരണം ആകെ തല വേനിച്ച് കിളി പോയിട്ടായിട്ടിരിക്കണത്. പിന്നെ ഞാനിതേ അങ്ങനെ സാധനങ്ങൾ പാക്ക് ചെയ്ത് തന്നുട്ടോ, അതിന് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോവാട്ടോ. ഇവിടെ അതേ ചോറ് കുറച്ചും കൂടിയും ബാക്കിയുണ്ട്, അവരിത് അപ്പുറത്തെ വീട്ടിൽ കൊടുക്കാനായിട്ടാണ് നിൽക്കണത്. അപ്പം ഇത് നമ്മുടെ വീട്ടിലേക്ക് തന്നാട്ടോ. അപ്പം ഞാൻ വണ്ടിയുമേ കൊണ്ടുപോകാന്നുള്ള ഒരു ഇതിലാട്ടോ ഞാൻ അങ്ങനെ അവിടെ പിള്ളേരുടെ അടുത്ത് നിങ്ങടെ ഓടിപ്പോകുന്നതാട്ടോ. അങ്ങനെ അതേ സാമ്പാറും പിന്നെ ചോറൊന്നും ആക്കിയില്ല കേട്ടോ. ചോറ് പിന്നെ കുറച്ച് വെക്കാവുന്നതല്ലേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തുട്ടാ സാമ്പാറും പായസവും അച്ചാറ് പിന്നെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ, അതും കൂടി ആക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതെല്ലാതും ഇതേ വണ്ടിയിൽ വെച്ച് ഇനി ഞാൻ നമ്മുടെ അങ്ങോട്ട് പോവാട്ടോ. അവിടെ മറ്റോരുണ്ടല്ലോ പാറും ചിത്തുട്ടായിരുന്നു നമ്മുടെ ആരും ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കെല്ലാവരും അതിൻ്റെ ഇടയിൽ വെല്ലിച്ചനും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. എന്നാൽ പിന്നെ വെല്ലിച്ചനൊരു ഗ്ലാസ് പായസം കൊടുക്കാലോ വെച്ചിട്ട് പോകുന്നതാട്ടോ. പിന്നെ ഞാൻ വരുമ്പോഴേക്ക് ഇതേവരെ എന്തോ ഒരു സംഭവം ഉണ്ടാക്കാൻ നോക്കാം. ആ മാക്രോണി ഇല്ലേ, മാക്രോണി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ തേജുവിന് മാക്രോണി വേണമെന്ന് പറഞ്ഞപ്പോൾ ഇതേ പാറും ആരും കൂടിയിട്ട് അത് ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. ആരിക്കാണ് ഇതിൻ്റെ റെസിപ്പി കറക്റ്റ് അറിയുള്ളൂ. അപ്പോൾ അതേ വേവിച്ച് വെച്ചു. പിന്നെ പാറു ഇതേ ഉള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കിച്ചൂട്ടൻ കാരണമുണ്ട് അവള് പാല് കൊടുക്കാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ എന്നാൽ ഉള്ളി വാട്ടാന്നും പറഞ്ഞിട്ട് പാറുതെ ഉള്ളി വാട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആര് വന്നിട്ട് ഇതേ മാക്രോണി നല്ല പറയുക എനിക്ക് അറിയില്ല കേട്ടോ. ഇത് ഈ ഒരു സംഭവമില്ലേ നമ്മുടെ ഇവിടെ അങ്ങനെ കേട്ടോ പറയുക. കാരണം ഇപ്പം എന്തും നമുക്ക് പറയാൻ പേടിയാണ്. എന്തെങ്കിലും പറഞ്ഞാൽ പല നാട്ടിലും പല പേരാവുമല്ലോ പറയാം, അല്ലെങ്കിൽ പല രീതിയിലാവും പറയാം. അപ്പോൾ ചിലർ വന്നിട്ട് പറയും ഇതെന്ത് ഇങ്ങനെ പറയണം, ഇങ്ങനെയൊന്നല്ലല്ലോ നമ്മളെന്തോ വേണ്ടാത്തത് പറഞ്ഞ പോലെ വന്നിട്ട് കമൻറ്റ് ചെയ്യണം കാണാം. അതുകൊണ്ടാട്ടാ നമ്മുടെ ഇവിടെ പറയണ പേരുകളാണ് ഞാൻ നമ്മുടെ വീഡിയോയിലൂടെ പറയണത്. അങ്ങനെ ഇത് വിൻഷേട്ടൻ വന്നുട്ടാ. വിൻഷേട്ടൻ 5 മണി 5 ആകുമ്പോഴേക്കായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ മൊത്തം ഒന്ന് സെറ്റാക്കിയതിന് ശേഷമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതേ വിൻഷേട്ടനും വന്നു. വിൻഷേട്ടൻ വരുമ്പോൾ നമുക്ക് ചായക്ക് ഉള്ളിവടയല്ല എണ്ണക്കടി കുറച്ച് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മാക്രോണി ഉണ്ടാക്കിയത് വിൻഷേട്ടൻ അറിഞ്ഞിട്ടില്ല. അതാണ് വിൻഷേട്ടൻ നല്ല തലവേനിച്ചിട്ടാട്ടോ വരണത്. അതുകൊണ്ട് കുറേ ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാൻ പറ്റില്ല കേട്ടോ. വിൻഷേട്ടൻ ഇങ്ങനെ നോക്കുന്നുണ്ട്, തലവേനിച്ചിട്ട് വേടി എന്നും പറഞ്ഞിട്ടാട്ടോ അവിടെ നിന്ന് തന്നെ വരണത്. പിന്നെ ദേ എന്താ പറയുക സംഭവങ്ങൾ അത് എണ്ണക്കടി തന്നെ. യെസ്, എനിക്ക് ഓർമ്മയില്ല, കാരണം 2 ദിവസം മുന്നത്തെ വീഡിയോ അല്ലേ ഇപ്പോഴായിരുന്നു എഡിറ്റ് ചെയ്യണത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ. പിന്നെ ഞാനെല്ലാവരും അവരുടെ വീഡിയോ ഒന്നും എടുക്കുക, എൻ്റെ വീഡിയോ എടുത്താൽ ആരുമില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ട്രൈപോഡ് കൊടുന്ന് വെച്ചിട്ട് ഞാനവിടെ ഫോണൊക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മളിത് ഇരിക്കുക കേട്ടോ. വൈകുന്നേരം നല്ല രസമായിട്ട് ഇരിക്കാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ വീട്ടിലെ വൈകുന്നേരം ഉമ്മറത്തിരിക്കുക പറഞ്ഞൊരു പ്രത്യേകത വൈബാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇത് ഉമ്മറത്തിരുന്നു. നമ്മുടെ ചെക്കൻ കേട്ടോ, നമ്മുടെ കിച്ചുട്ടനാണ് നമ്മുടെ ഇതിലുള്ളത്. അപ്പോൾ ഞാൻ കിച്ചുട്ടൻ ഉന്തിയിട്ട് ഇതൊരു സൈഡിൽ ഇങ്ങനെ മാറ്റി വെക്കാമെന്ന് വിചാരിക്കട്ടെ. അപ്പം ഞാൻ ഇത് വലിക്കുമ്പോൾ ബോൾ കളിക്കേണ്ട, ബോൾ എങ്ങാനും തട്ടി കുട്ടിയുടെ മെത്ത് വീണ് എൻ്റെ ട്രൈപോഡുമ്പോൾ തട്ടിയാന്നൊക്കെ പറഞ്ഞ് തേജുവിനും മിൻഷാട്ടിനും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ അവനെ ഇരുത്തി ഇവിടെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചായയൊക്കെ കുടിച്ച് കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് നല്ല രസമായിട്ട് ഇരുന്നു കേട്ടോ അവിടെ. ഞങ്ങളെല്ലാവരും ഇരുന്ന് പാപ്പു കഴിക്കല്ലേ. അപ്പം നമ്മുടെ കിച്ചുട്ടനും ഇതേ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇത് ആരും അപ്പുറത്തിരുന്നിട്ട് സമൂസ അങ്ങനെ കറുമുറുന്നല്ല കടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ കിടന്ന് ചിരിക്കിടന്നു. പിന്നെ ഇതേ ചെറിയൊരു ഉണ്ണിക്കുണ്ടല്ലോ, ഈ ഒരു നേരം ആകുമ്പോൾ ചെറുതായിട്ടൊരു മേക്കാച്ചിൽ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. കപക്കെട്ട് ചെറുതായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉണ്ണിയുടെ ബോഡിയൊക്കെ ചെറുതായി ഇങ്ങനെ ചൂടാവണ പോലെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും പ്ലാൻ ഉണ്ടായിരുന്നു വൈകുന്നേരം എല്ലാവരും കൂടി വിൻഷേട്ടനോടെ കൂടാൻ നടന്നു കേട്ടോ. മീൻസ് രാവിലത്തെ എല്ലാം കഴിഞ്ഞ് ചിക്കൻ വെക്കാന്നൊക്കെ ഉള്ളൊരു എല്ലാവരും കൂടി ചിക്കനൊക്കെ വെച്ച് കൂടാന്നുള്ള പ്ലാൻ ആയിരുന്നു. പക്ഷെ ഉണ്ണിക്കാണെങ്കിൽ വൈകി രാത്രി ആകുമ്പോഴേക്കും നല്ല പനി പനിച്ചു. അപ്പൊ ഞങ്ങൾക്ക് പോവാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വിച്ചുവാണെങ്കിൽ ഇപ്പൊ നന്നായി ചിരിയൊക്കെ തുടങ്ങിട്ടോ. നമ്മുടെ തേജ് പറയുമ്പോ നന്നായി ചിരിക്കും. ഞങ്ങള് പറയുമ്പോ ഒന്ന് ഗൗരവം കാട്ടുട്ടോ. ഇപ്പം ചിരിക്കല് ഞാൻ ഭയങ്കര കുറവാട്ടോ ചിരിക്കല് കണ്ടേക്കണത്. ഇപ്പൊ കുറെ ആയിട്ട് നല്ല ചിരിയും കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മറ്റേത് ഭയങ്കര പരിചയക്കേടാട്ടോ എല്ലാവരോടും ഉണ്ടായിരുന്നത്. ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരുമായിട്ട് കമ്പനി ആയി തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ തേജുവിനെ ഭയങ്കര ഇഷ്ടമായിട്ട് ആൾക്ക്. അങ്ങനെ ഇതേ പാറും ചിത്തിട്ടായിരുന്നു പോവായിരുന്നു. പാറുവിന്റെ സ്കൂട്ടി ആണെങ്കിൽ ഉണ്ടല്ലോ സ്റ്റാർട്ട് ആവണില്ല, എന്തോ ബാറ്ററി ഇറങ്ങിയിട്ട് കംപ്ലൈന്റ് ആയ പോലെ തോന്നി. അപ്പൊ എൻ്റെ സ്കൂട്ടി എടുത്തിട്ടായിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നാളെ ആരെങ്കിലും വന്ന് വണ്ടി റെഡിയാക്കിയിട്ട് അങ്ങോട്ട് വിൻഷേട്ടൻ ഓഫീസിൽ എത്തിച്ചു കൊടുക്കാട്ടെ ചെയ്യാം. പിന്നെ വിൻഷേട്ടൻ വരുമ്പോൾ എൻ്റെ വണ്ടി എടുത്ത് വരാമല്ലോ. അങ്ങനത്തെ ഒരു പ്ലാനിൽ ഇതേ അവർ പോവാട്ടാ. പിന്നെ എന്താ വേഗം പോണിച്ച് വേറെ ഒന്നല്ല. ഇനിയിപ്പോൾ മഴയും ഇടിയും ഏത് സമയവും ഭയങ്കര ഇടിയാലോ.
ഇപ്രാവശ്യത്തെ മഴയിൽ നമുക്ക് ഭയങ്കര പേടി തോന്നുന്ന തരത്തിലാണ് ഇടി മിന്നണത്. അപ്പോൾ അങ്ങനെ രാത്രി പ്രത്യേകിച്ച് എങ്ങനെ പോലും ഇടിമഴ ഉണ്ടാവും. അപ്പം അവർ പോവാന്നും പറഞ്ഞിട്ട് അവർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ട്രൈപ്പോഡ് നോക്ക് ഗൈസ്, നല്ല അടിപൊളി ട്രൈപ്പോഡാട്ടോ. വെച്ചോടത്തിരിക്കും, അതാണ് എൻ്റെ ട്രൈപ്പോഡ്. ഇപ്പോൾ മറ്റേ ട്രൈപ്പോഡ് എന്ന് പറയുമ്പോൾ ഒരു കാറ്റ് വീശിയ ചിലപ്പോൾ മറിഞ്ഞ് വീഴാറുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ട്രൈപ്പോഡ് എവിടെയെങ്കിലും വെച്ച് അവിടെ ഇരുന്നോളും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ, അതാണ് ഒരു ഇത്. പക്ഷെ എടുക്കുമ്പോൾ നമ്മൾ നല്ല എടുക്കണതാലോ ബെറ്റർ. അങ്ങനെ അവരും പോയി കഴിഞ്ഞ് ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം പിന്നെ മേലൊക്കെ കഴുകിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിലായിരുന്നു കേട്ടോ 300K ആയിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും കൂടി ഉമ്മർത്തിരിക്കുന്ന സമയത്തായിരുന്നു കേട്ടോ 300K ആയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഭയങ്കര സന്തോഷം കേട്ടോ. നമുക്ക് കുറച്ച് വൈകിയാണെങ്കിലും 300K ആക്കി എനിക്ക് കുറച്ച് ടൈം എടുത്തു തോന്നുന്നു വരാൻ വേണ്ടിയിട്ട്. എങ്കിലും ആയപ്പോൾ ഭയങ്കര സന്തോഷം. അത്രയും എൻ്റെ ഒരു വലിയ ഫാമിലി എന്ന് പറയുമ്പോൾ ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനലായിട്ടുണ്ട്. ഇപ്പോൾ കുഞ്ഞ രീതിക്ക് FBയും കൂടിയും ഒരു അറ്റാച്ച്മെൻറ്റ് ആയിട്ടുണ്ട് കേട്ടോ എനിക്ക്. പിന്നെ ഇതേ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ മീനിൻ്റെ വെള്ളം മാറ്റാറായി, നമ്മുടെ അക്വേറിയം ഒന്ന് ക്ലീൻ ആക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വിൻഷേട്ടൻ ഇതേ മീനൊക്കെ മാറ്റി നമ്മുടെ അക്വേറിയം ഒക്കെ ക്ലീൻ ആക്കി ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ ഒന്നും കൂടി. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഇതേ അക്വേറിയം ക്ലീൻ ആക്കാൻ നിൽക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിലാണ് കേട്ടോ നമ്മുടെ കിച്ചുവിന് പനി ചെറുതായിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് മേലൊക്കെ ചൂട് വന്നു തുടങ്ങിയിട്ടാ. അപ്പോൾ അതേ ആയി അവൻ അങ്ങനെ എടുത്തിരിക്കുകയാണ്. പിന്നെ മരുന്നും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആകെ മൊത്തത്തിലൊരു ടെൻഷനായി. കാരണം ഉണ്ണിക്ക് വരുമ്പോൾ ഒരു മൂക്കടപ്പിൻ്റെ ഒരു ലക്ഷണം ഉണ്ടായിരുന്നു, ചെറുതായിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ വൈറൽ ഫീവറാണ്. നമ്മൾ ഡോക്ടറിനെയൊക്കെ കാട്ടിയിട്ടു. അതായിരുന്നു എനിക്ക് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് കേട്ടോ. നമ്മൾ ഇന്നലെ ഉണ്ണീനെ ഡോക്ടറിനെയൊക്കെ കാണിക്കാൻ പോയി. അങ്ങനെ ഒരു തിരക്കിൽ പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, പേടിക്കല്ല എന്ന് പറഞ്ഞു കേട്ടോ ഡോക്ടർ. വൈറൽ ഫീവർ ആണെന്ന് പറഞ്ഞു. പിന്നെ ആയിരിക്കുണ്ടായിരുന്നു ചെറുതായിട്ട്, അപ്പോൾ അതിന് കിട്ടിയതായിരിക്കും. അപ്പോൾ ഡോക്ടർ മരുന്നും കാര്യങ്ങളൊക്കെ എഴുതി തന്നിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ണി ഓക്കെ ആണ് കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യല്ലേ, ഇന്ന് തന്നെ ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യും. ഇപ്പോൾ ആൾ ഓക്കെ ആണ് കേട്ടോ. അങ്ങനെ അതേ അക്വേറിയൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ മീനൊക്കെ അതിലേക്ക് ഇട്ടിട്ട് ഇതേ സംഭവം സെറ്റാക്കി ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മീൻ വറുക്കാനായിട്ട് രാത്രിക്ക് വിചാരിച്ചത്. പിന്നെ വിൻഷേട്ടൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു എല്ലാവരും കൂടി ചിക്കൻ കറിയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിക്കൻ കറി കൊടുത്തയക്കാം, വിഷ്ണുവിൻ്റെയിലോ അച്ഛൻ്റെയിലോ ആരുടെയെങ്കിലും ചിക്കൻ കറി കൊടുത്തയക്കാന്ന്. കാരണം കുറേ വെക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും കൂടി വെക്കാന്നുള്ളൊരു പ്ലാനിലായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ചെക്കന് പനിയായ കാരണം നമുക്ക് ഇറങ്ങാനും പറ്റിയില്ല. അപ്പോൾ എന്നാൽ കൊടുന്നേരാൻ വെച്ചിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും മീൻ വറുക്കാൻ ഉപ്പ് വിടാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഉണക്കൽ വറുക്കും ചെയ്തു. പിന്നെ അവിടെ നിന്ന് കൊടുന്ന സാമ്പാർ ഉണ്ടായിരുന്നു, മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ അതേ ഞാൻ ഉണക്ക മാന്തളും മുള്ളനും കേട്ടോ വറുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതേ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ മഴ തുറന്നപ്പോൾ അതേ വിഷ്ണുവും അച്ഛനും കൂടിയിട്ട് നമുക്കുള്ള ചിക്കൻ കറി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ വെച്ചേക്കണതാണേ. അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതേ വേഗം പാത്രത്തേക്ക് മാറ്റി വേറെ എന്തോ ഒരു സാധനം കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ പാത്രത്തേക്ക് മാറ്റിയിട്ട് ഇനി പാത്രം കഴുകിയിട്ട് അച്ഛൻ്റെ കയ്യിൽ കൊടുത്തയക്കും കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ ഒരു എക്സ്ട്രാ സന്തോഷം എന്താണെന്നറിയോ, ഇപ്പം എല്ലാവർക്കും വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് സന്തോഷമാണ്. വീഡിയോ എടുക്കണോണ്ട് ആർക്കും കുഴപ്പമില്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടാ. ആദ്യമൊക്കെ ഞാൻ വിൻഷേട്ടൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എനിക്കൊരു നാണക്കേടായിരുന്നു. കാരണം ഭയങ്കര പരിചയക്കുറവ്, വീഡിയോ എടുത്തിട്ട് നമുക്ക് അത്ര ഒരു ഇതില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ചടപ്പായിരുന്നു. പുറത്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടില്ല, ഇനിയിപ്പോൾ അവർക്ക് മടി ഉണ്ടാവുമല്ലോ. പിന്നെ പ്രത്യേകിച്ച് വിൻഷേട്ടൻ്റെ അച്ഛനമ്മയ്ക്കൊക്കെ ചെറിയ മടിയായിരുന്നു കേട്ടോ വീഡിയോയിലൊക്കെ വരാൻ വേണ്ടിയിട്ട്. ക്യാമറ ഒക്കെ ഓണാക്കി കഴിഞ്ഞാൽ അച്ഛൻ പിന്നെയും കുഴപ്പമില്ല. പിന്നെ ചേട്ടൻ്റെ വൈഫ് പ്രിയേച്ചിക്കും കുഴപ്പമില്ല കേട്ടോ വീഡിയോ എടുക്കണോണ്ട്. പക്ഷെ വിൻഷേട്ടൻ്റെ ചേട്ടന് ഭയങ്കര ചമ്മലായിരുന്നു. വിൻഷേട്ടൻ്റെ പെങ്ങൾക്കും അതെ ഭയങ്കര ചമ്മല. ക്യാമറ ഓണാക്കി അപ്പോൾ തിരിഞ്ഞിക്കും മാറിക്കും അല്ലെങ്കിൽ ഓടുകയൊക്കെ ചെയ്യും. പിന്നെ വിൻഷേട്ടൻ്റെ അമ്മയ്ക്കും പെങ്ങളുടെ വൈഫിനും കുട്ടിക്കും അതെ കേട്ടോ അവനും ഭയങ്കരതാണ്. അങ്ങനെ കുറേ പേർക്ക് ഭയങ്കര ചമ്മലായിരുന്നു വീഡിയോയിൽ വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കുറേ മാറ്റം പോലെ കേട്ടാ. എൻ്റെ വീട്ടിലായാലും അത് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ വീട്ടിലൊക്കെ പെട്ടെന്ന് അവർ മാറി വീഡിയോ എടുക്കണോണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിട്ടുണ്ട്. പക്ഷെ വിൻഷാൻ്റെ വീട്ടിലൊക്കെ ഇപ്പോഴാട്ടോ കൂടുതൽ വീഡിയോ എടുക്കുമ്പോൾ ഒരു കുഴപ്പമില്ല. പച്ചനും അതേട്ടാ വ്ളോഗ് എടുക്കുമ്പോൾ കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞപ്പോൾ ഇതൊക്കെ ഫോണിൽ എടുത്തിട്ടില്ലേ, ഇതൊക്കെ വീഡിയോയിൽ കാണിക്കില്ലേ, ഇതൊക്കെ TV-യിൽ വരില്ലേ, അതായത് നമുക്ക് വ്ളോഗൊക്കെ TV-യിൽ കാണാമല്ലോ. അപ്പോൾ ആ രീതിയിലൊക്കെ ചോദിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ വ്ളോഗ് കണ്ടു എന്ന് വിചാരിക്കണു. ചേട്ടൻ്റെ ഫാമിലി ഞാൻ കുറേ പേരെയൊന്നും ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല കേട്ടോ. എന്നാൽ കുറേ പേരെ ഞാൻ കാണിച്ചിട്ടുമുണ്ട്. എനിക്ക് കറക്റ്റ് ഇനി പറഞ്ഞാൽ തെറ്റുമോ. എനിക്കാണെങ്കിൽ വീഡിയോയിൽ എഡിറ്റ് ചെയ്യുമ്പോണ്ടല്ലോ നമ്മൾ വോയിസ് കൊടുക്കില്ലേ, വോയിസ് കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വെള്ളി ചാടുക വെച്ചാൽ ഞാൻ മനസ്സിൽ വിചാരിക്കണതായിരിക്കില്ല ഞാൻ പറയണത് വേറെ എന്തെങ്കിലും ആയി പോകാറുണ്ട്. അത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് പോസ്റ്റ് ചെയ്യുമ്പോൾ ചിലവരുടെ കമൻറ്റ് കാണുമ്പോഴാണ് ഞാൻ വിചാരിക്കുക ഓ ശരിയാലോ ഞാൻ ഇതാലോ പറയാൻ ഉദ്ദേശിച്ചു, പക്ഷെ കാണിച്ചിട്ടും പറഞ്ഞിട്ടും വന്നപ്പോൾ മാറിപ്പോയല്ലോ. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ. അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട്. ഇപ്പോൾ വിൻഷാൻ്റെ ഫാമിലി എന്നൊക്കെ ചോദിക്കുമ്പോൾ കാണിക്കാനുള്ളത് അച്ഛൻ, അമ്മ, സിബ്ലിങ്സ്. അപ്പോൾ അവരെയൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഫാമിലി. പിന്നെ ഞാൻ ഇതിന് ലാസ്റ്റ് പറഞ്ഞല്ലോ, ഇപ്പോൾ എല്ലാവർക്കും വീഡിയോയിലൊന്നും വരാൻ അത്ര മടി ഉള്ള പോലെ എനിക്ക് തോന്നുന്നില്ല. പിന്നെ
ഇപ്പോഴും കേട്ടോ പെങ്ങൾക്കൊക്കെ കുറച്ച് മടിയാണ് കേട്ടോ വീഡിയോയിലൊക്കെ വരാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ആർക്കുമില്ല. പിന്നെ ചേട്ടനൊക്കെ ഓക്കെ, വിൻഷാൻ്റെ ചേട്ടനും അതേട്ടാ. എന്നാലും ഇടയ്ക്ക് നീ വീഡിയോ എടുക്കണ്ടോ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അച്ഛനും വലിയ കുഴപ്പമൊന്നുമില്ല വീഡിയോ എടുക്കണോണ്ട്. പിന്നെയും കുറച്ച് മടി ഇതുപോലെ അമ്മയ്ക്കാണ്. എന്നാലും ഇപ്പം കുറേ മാറ്റമുണ്ട്. അതുപോലെ എൻ്റെ വീട്ടിലായാലും അതേട്ടാ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ആദ്യം ഉണ്ടല്ലോ നമ്മൾ അത് പിന്നെ അങ്ങനെയാണ്, ഞാൻ അതാണ് ഇടയ്ക്ക് പറയാറില്ലേ വീഡിയോയിൽ, എന്നിട്ടാ സ്റ്റാർട്ടിങ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ആരും ഉണ്ടാവില്ല എന്ന്. സത്യമാണ് കേട്ടോ, സപ്പോർട്ട് ചെയ്യാൻ നമ്മളിപ്പോൾ ഒരു ചാനൽ തുടങ്ങി വീഡിയോ എടുക്കുക അങ്ങനെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഫസ്റ്റ് നിന്ന് തുടങ്ങലേ, അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ നിന്ന് പോലും നമുക്കൊരു സപ്പോർട്ട് കിട്ടില്ല. അവർ എന്തോ വീഡിയോ എടുക്കണം അങ്ങനെ ഒരു ഇതുണ്ടാവുള്ളൂ. അങ്ങനെ നല്ലൊരു സപ്പോർട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ വീഡിയോയിൽ വരാനൊന്നും വലിയ ഇൻട്രസ്റ്റ് കാട്ടിന്ന് വരില്ല. അപ്പോൾ ഞാൻ എൻ്റെതാട്ടോ പറയണത്, ആരും എനിക്കങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഇപ്പം എൻ്റെ വീട്ടിൽ പോയാലോ അതായിട്ട് അങ്ങനെ ഭയങ്കര ചമ്മലായിരുന്നു. എല്ലാവർക്കും അത് വീഡിയോയിൽ വരാനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ കഴിഞ്ഞ് അവർ ഓക്കെ വന്നു. പിന്നെ നമുക്ക് ഏണിങ്സ് ഒക്കെ കിട്ടി സെറ്റായി കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി എന്തോ നല്ല കാര്യം മീൻസ് എന്തോ അവർക്ക് നല്ലൊരു ഇതിനുള്ളതാണ് അവർ ചെയ്യണത് എന്നുള്ളൊരിത് വന്നുകൊണ്ടാ തോന്നുന്നു. എന്തായാലും ഇപ്പം നമ്മുടെ വീഡിയോയിൽ വരുമ്പോൾ എല്ലാവർക്കും അങ്ങനെ കുഴപ്പമില്ല, എടുക്കണ്ടെന്നോ അല്ലെങ്കിൽ എടുക്കാൻ താല്പര്യമില്ലാത്ത പോലെ നാണം കുണിങ്ങി മാറി നിൽക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നും പാർക്കില്ല. അതെനിക്ക് ഭാഗ്യം, അതെന്തോ ഭയങ്കര ആശ്വാസമാട്ടോ. കാരണം എനിക്ക് ഇപ്പോൾ പോയിട്ട് വ്ളോഗൊക്കെ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റിയ പോലെ എനിക്ക് തോന്നിയിട്ട് വിൻഷാൻ്റെ വീട്ടിൽ പോയപ്പോൾ അത് ഭയങ്കര സന്തോഷം ഉണ്ടായാലും. അപ്പോൾ കുറേ പേരൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെ ഇപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞല്ലോ, ഇപ്പോൾ എനിക്ക് അതിശയായതാ. ഞാനത് കഴിഞ്ഞിട്ട് ഫുഡ് എടുക്കാൻ പോയല്ലോ വീട്ടിലേക്ക് രണ്ടാമത്. അപ്പോൾ ഫുഡ് എടുത്തിട്ട് വരുമ്പോൾ വിൻഷാൻ്റെ അച്ഛനെ ചോദിക്കുന്നുണ്ട്, വീഡിയോ ഒക്കെ എടുത്തിട്ടില്ലേ, ഇനി ടി വിയിലൊക്കെ കണ്ടുകൂടെ, ടി വിയിൽ യൂട്യൂബിൽ കാണാമല്ലോ, ഫോണിലൊക്കെ കണ്ടുകൂടെ, എല്ലാവർക്കും കാണാൻ പറ്റില്ലേ, കാണിക്കണട്ടോ എല്ലാവരും കാണിക്കണട്ടോ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര അതിശയം. ഇങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി ഇങ്ങനെയൊക്കെ ചോദിച്ചു തുടങ്ങിയെന്ന് തോന്നില്ലേ, അത് എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നിയിട്ടാ. അപ്പോൾ കുറേ മാറ്റങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ പിന്നെ ഉണ്ണിക്ക് ഞാൻ പറഞ്ഞോളൂ, നമ്മുടെ കിച്ചപ്പൻ ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ പനിയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നലെ നമ്മൾ രാവിലെ ഹോസ്പിറ്റലിൽ പോയിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നത്, സേവനയിൽ പോയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഒന്നും സെറ്റ് ചെയ്ത് ഇടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോ. അതാണ് ഞാൻ ഇന്ന് തന്നെ എല്ലാ പണികളും തേജുവിനെ വിട്ടയച്ച് എല്ലാ പണികളും തീർത്ത് വേഗം ഇരുന്നു എഡിറ്റ് ചെയ്തു. പിന്നെ നോക്കിയപ്പോൾ വീഡിയോ കഴിഞ്ഞു. അതാട്ടെ ഞാൻ പറയാനുള്ളത് പിന്നെ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയണത് നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പം ആര്യ ആദർശം പോയി കഴിഞ്ഞാൽ നിങ്ങളിനി കാണാൻ പോകുന്നത്, നിങ്ങളിനി വെറുപ്പിക്കാൻ പോകുന്നത് ഞാനും വിൻഷാട്ടനും തേജും ആയിരിക്കും. വിൻഷാട്ടിന് ഇനി ചിലപ്പോൾ കിട്ടാൻ കുറച്ച് പണിയായിരിക്കും. ഒന്നാമത് മഴക്കാലമാണ്, പാലക്കാടൊക്കെ പോയി എത്തിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ വീഡിയോയിൽ എങ്ങനെ വരിക എനിക്ക് അറിയില്ല. പക്ഷെ ഞാനും തേജും നിറഞ്ഞു നിൽക്കും നിങ്ങളുടെ മുന്നിൽ, അതിലൊരു സംശയവുമില്ല. അപ്പോൾ ഇനി നോർമലി നമ്മുടെ വീട്ടിലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും എനിക്ക് കാണുക. ഇനിയിപ്പോൾ വിൻഷാൻ്റെ വീട്ടുകാരെ കാണാത്തവരുണ്ടെങ്കിൽ, കാണണം എന്നുള്ളവരുണ്ടെങ്കിൽ ഇത് ഈ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത് നോക്കുക കേട്ടോ. എല്ലാവരെയും കാണിച്ചിട്ടുണ്ട്, ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്ന വീഡിയോസ് അങ്ങനെ കറക്റ്റ് കാണാത്തവരാ തോന്നുന്നു ചോദിക്കണത്. എന്തായാലും ഇതിലും ഞാൻ കാണിച്ചിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരോടും ഒരുപാട് സന്തോഷം, താങ്ക്സ്. പിന്നെ എന്താ അച്ഛനങ്ങനെ 60 വയസ്സ്, പിന്നെ എന്താ കമൻറ്റ് വന്ന് ഇതന്നെ മെയിനായിട്ട് വിഷ് ചെയ്ത് അച്ഛനാണ്ട് 60 വയസ്സ് തോന്നില്ല എന്നൊക്കെ കണ്ടു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ അച്ഛൻ്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് പോത്ത് പോലെ വിൻഷാട്ടിനൊക്കെ ആയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ബൈ.